സഹോദരന്മാരെ, ഫിഖ്ഹിന്റെ കിതാബിൽ പറഞ്ഞിട്ടുള്ള വിഷയങ്ങൾ ഏതെടുത്ത് പരിശോധിച്ചോളൂ, അതൊക്കെ വളരെ വ്യക്തമാണ്. പ്രമാണങ്ങളുണ്ട്, അതിന് തെളിവുകളുണ്ട്. പക്ഷേ ആ തെളിവ് വിവരമില്ലാത്ത മൗലവിമാർക്ക് അറിഞ്ഞില്ല, മനസ്സിലായില്ല എന്നതുകൊണ്ട് ഇമാമുകളെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. ഇയാൾ പറഞ്ഞ വലിയൊരു സംഗതിയുണ്ട്. എന്താണെന്നറിയോ? ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, ഇവിടെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഇമാം മുസനി എന്ന് പറയുന്ന തന്റെ ശിഷ്യനോട് പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞിട്ടുള്ളത്? അയാൾ പറയുന്നു, എന്നെ നിങ്ങൾ പിന്തുടരരുത്, തഖ്ലീദ് ചെയ്യരുത്, വേറെ ആരെയും തഖ്ലീദ് ചെയ്യാൻ പാടില്ല എന്ന് ഇമാം ഷാഫി തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. ആരാ പറയുന്നത്? സക്കരിയ സലാഹി. മുഖ്തസറുൽ മുസനി എന്ന് പറയുന്ന ഇമാം ഷാഫിയുടെ ശിഷ്യനായ മുസനി ഇമാം രചിച്ചിട്ടുള്ള ആ ഗ്രന്ഥത്തിൽ, മുസനി ഇമാം എഴുതിയിട്ടുള്ള ഈ ഗ്രന്ഥത്തിൽ ഉണ്ട് എന്ന് ഇയാൾ പറയുന്നു. സഹോദരന്മാരെ, അതിന്റെ വിശദീകരണം വായിച്ചാൽ കാണാം. ആ പറഞ്ഞത് ആരോടാ? എന്നെ നിങ്ങൾ പിൻപറ്റരുത്, മറ്റൊരാളെയും തഖ്ലീദ് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുള്ളത് ആരോടാണ്? സഹോദരന്മാരെ, അത് എല്ലാ സാധാരണക്കാരായ ആളുകളോടോ അല്ലെങ്കിൽ വലിയ വലിയ പണ്ഡിതന്മാരോടോ പണ്ഡിതന്മാരല്ലാത്തവരോടോ അല്ല. പിന്നെയോ ആ പറഞ്ഞിട്ടുള്ളത് ബഹുമാനപ്പെട്ട അല്ലാമ ഇമാം ഹാബി മുഖ്തസറുൽ മുസനി എന്ന് പറയുന്ന ഈ ഗ്രന്ഥത്തിന്റെ വ്യാഖ്യാന ഗ്രന്ഥത്തിൽ തന്നെ രേഖപ്പെടുത്തി വെക്കുന്നു. ഫഹാദാ മാ ഫീ തഖ്ലീദിൽ മുജ്തഹിദി ലിൽ മുജ്തഹിദി. സക്കരിയ സലാഹി വായിച്ചതിന്റെ അല്പം തൊട്ടു ശേഷമുള്ള പേജിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത്. ഈ പറഞ്ഞത് ഒരു മുജ്തഹിദ് മറ്റൊരു മുജ്തഹിദിനോട് പിൻപറ്റരുത് എന്നാണ്. മുജ്തഹിദുകൾക്ക് അങ്ങും ഇങ്ങും പിൻപറ്റാം, തഖ്ലീദ് ചെയ്യാൻ പാടില്ല. അല്ലാതെ ഇജ്തിഹാദിന്റെ പദവി എത്തിച്ചിട്ടില്ലാത്തവർ, സാധാരണക്കാർ, സാധാരണ പണ്ഡിതന്മാർ, സാധാരണക്കാരായ ആളുകൾ, അവർക്ക് ഇമാമികളെയോ മുജ്തഹിദുകളെയോ പിൻപറ്റാൻ പാടില്ല എന്ന് ഇമാം ഷാഫി പറഞ്ഞിട്ടില്ല. ബഹുമാനപ്പെട്ട ഇമാം മാവറദി തന്റെ വിശ്രുതമായ അൽ ഹാവി എന്ന് പറയുന്ന ഈ ഗ്രന്ഥം ഹിജറ 450 വഫാത്തായ മഹാപണ്ഡിതനാണ്. അവരിതിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇമാമികളുടെ ഗ്രന്ഥത്തിൽ നിന്ന് അടർത്തിയെടുത്ത് ദുർവ്യാഖ്യാനിച്ചാൽ തങ്ങളുടെ ഇംഗിതം നടപ്പാകുമെന്ന് കരുതുന്നുവെങ്കിൽ സക്കരിയ, അത് വാഴക്കാട് ചെലവാവുകയില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞങ്ങളുടെ മുമ്പിൽ അത് വിലപ്പോവുകയില്ല. സഹോദരന്മാരെ, നിങ്ങൾ ഒരു കാര്യവും കൂടി മനസ്സിലാക്കണം. സക്കരിയ സലാഹി പറഞ്ഞു, മദ്ഹബിന്റെ പിൻപറ്റി നടക്കുന്ന ആളുകൾ തന്നെ അവരുടെ അവസ്ഥ തന്നെ എന്താണെന്ന് അറിയോ? മദ്ഹബിന്റെ പേരിൽ, ഷാഫി മദ്ഹബിന്റെ പേരിൽ അവർ പലതും കൊണ്ടു നടക്കുന്നു. എന്തൊക്കെ കൊണ്ട് നടക്കുന്നത്? അതൊന്നും ഷാഫി മദ്ഹബിലുള്ളതല്ല. എന്നിട്ട് അതിന് മൂപ്പര് ഉദാഹരണം പറയാണ്. മരിച്ചിടത്തുള്ള ഖുർആനോത്ത്, അത് അവർക്ക് ഹദിയ ചെയ്ത് ഓതുന്നു, അത് ഷാഫി മദ്ഹബിനെതിരാണ്, ഷാഫി മദ്ഹബുകാർ എന്ന് പറഞ്ഞിട്ട് അവർ കൊണ്ടു നടക്കുകയാണ്. സക്കരിയ എന്നെ പറയട്ടെ, കേട്ടോളൂ നിങ്ങൾ. മരിച്ചോടത്ത് ഖുർആൻ ഓതിയെ അത് ഹദിയ ചെയ്ത ആ കൂലി മരിച്ചവന് കിട്ടൂല എന്നാണ് ഷാഫിപ്പതും. പക്ഷെ അവർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നതോ മരിച്ചിടത്ത് ഖുർആൻ ഓതി ഹദിയ ചെയ്യലാണ്. കണ്ടില്ലേ? അപ്പൊ മരിച്ചിടത്ത് ഖുർആൻ ഓതി ഹദിയ ചെയ്തുകൊണ്ടിരിക്കുന്നു ഷാഫികൾ എന്ന് പറയുന്നവർ. ഷാഫി മദ്ഹബോ ചെയ്താ കിട്ടൂല എന്നാ പറഞ്ഞിട്ടുള്ളത്. എടോ, ഏത് ഷാഫി മദ്ഹബിന്റെ കിതാബിലാ അത് പറഞ്ഞിട്ടുള്ളത്? ധൈര്യമുണ്ടോ എന്ന് തെളിയിക്കാൻ? ഞങ്ങൾ പറയുന്നു, ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ അത് ഷാഫി മദ്ഹബിന്റെ എല്ലാ കിതാബിലുമുണ്ട്. ഫത്ഹുൽ മുഈൻ മുതൽ ഇമാം ഇബ്നു ഹജർ അൽ-ഹൈതമിയുടെ തുഹഫ മുതൽ അങ്ങോട്ട് നോക്ക്, എല്ലാ ഗ്രന്ഥങ്ങളിലും ഉണ്ട്. ആ മദ്ഹബിന്റെ കിതാബുകൾ ഏതുണ്ടോ അതിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഖുർആൻ ഓതിയാ പോരാ, ഓതിയിട്ട് അവർക്ക് വേണ്ടി ദുആ ചെയ്യുകയാണെങ്കിൽ ആ മരിച്ചയിടത്ത് ഖുർആൻ ഓതി ഏത് മയ്യത്തിന് വേണ്ടിയാണോ ദുആ ചെയ്യുന്നതെങ്കിൽ അത് ലഭിക്കുമെന്ന ഷാഫി മദ്ഹബ്. ഇമാം ഷാഫിയുടെ അൽ ഉമ്മ് എന്ന് പറയുന്ന വിശ്രുതമായ ഗ്രന്ഥം, അതിൽ തന്നെ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഷാഫി മദ്ഹബിന്റെ പേരിൽ ജഹാലത്ത് വിളമ്പാൻ സക്കരിയ നീ വാഴക്കാട് വരരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളെ വഹാബിസത്തെ കുറിച്ച്, മടവൂരിസത്തെ കുറിച്ച് കീറി മുറിച്ചോ, അത് ഞങ്ങൾ അറിയേണ്ടതില്ല, അത് ആർക്കും എന്തും പറയാ. പക്ഷേ മദ്ഹബിനെ തൊടണമെങ്കിൽ വിവരമുണ്ടെങ്കിൽ മാത്രമാണ് വന്നാൽ മതി, അല്ലെങ്കിൽ വരണ്ട. ചാരിയത്തിന് ഞാൻ കുറെ പഠിപ്പിച്ച് വിട്ടിട്ടുണ്ടല്ലോ, ഓർമ്മയില്ലേ? എന്നാ ഇമാം ഷാഫിയുടെ അൽ ഉമ്മ് എന്ന് പറയുന്ന കിതാബ്, ഈ അൽ ഉമ്മ് എന്ന് പറയുന്ന ഇമാം ഷാഫിയുടെ ഗ്രന്ഥത്തിൽ തന്നെ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു
പറയുന്നു ഞാൻ ഇഷ്ടപ്പെടുന്നു, പുണ്യകർമ്മമാണ് എന്ത് മയ്യത്തിന് വേണ്ടി ഖുർആൻ പാരായണം ചെയ്യുന്നു, എന്നിട്ട് മയ്യത്തിന് വേണ്ടി ദ്വാർക്കും വേണം. അങ്ങനെ ദ്വാ നടത്തുകയും ചെയ്താൽ അത് നല്ല കാര്യമാകുന്നു. ഇമാം ഷാഫിയുടെ സ്വന്തം ഗ്രന്ഥമായ അൽ-ഉല്ലി എന്ന ഗ്രന്ഥത്തിൽ നിന്നാണ് ഞാനിത് വായിക്കുന്നത്. സക്കരിയ സലാഹിക്ക് അല്ലെങ്കിൽ സക്കരിയ സലാഹിയെ താങ്ങി നടക്കുന്ന മൗലവിമാരുണ്ടെങ്കിൽ അവർക്കും കടന്നു വരാം, നോക്കാം, ഉറപ്പുവരുത്താം. ഇതൊക്കെ കണ്ടിട്ട് മതി നിങ്ങൾ ഷാഫി മദ്ഹബിനെ മരിച്ചെടുത്ത് ഖുർആൻ ഓതിയാ കിട്ടൂലാതാണ് നിയമം എന്ന് പറയാൻ നിൽക്കണ്ട. മദ്ഹബ് പഠിക്കാതെ ജഹാലത്ത് വിളമ്പാൻ ഇവിടെ വരരുത് എന്നാ ഞങ്ങൾക്ക് പറയാനുള്ളത്. സഹോദരന്മാരെ, കഴിഞ്ഞോ ഇവരുടെ പതാകവാഹകനായ ഇബ്നുൽ ഖയ്യിമിന്റെ കിതാബുർ റൂഹ്, ആ കിതാബുർ റൂഹ് എടുത്ത് പരിശോധിച്ചു നോക്ക്. കിതാബുർ റൂഹ് ആരാ? ഇബ്നുൽ ഖയ്യിം. ഇതുപോലത്തെ ഒരു പണ്ഡിതം വേറെ ഉണ്ടായിട്ടില്ല എന്നാ മുജാഹിദ് പറയുന്നത്. ശരി, ആ ഇബ്നുൽ ഖയ്യിമിന്റെ കിതാബുർ റൂഹ് അതിൽ പറയുന്നത് എന്താ? കാനത്തിൽ അൻസാറു യഖറഊന ഇൻദൽ മയ്യിത്തി ബിസൂറത്തിൽ ബഖറ. അൻസാറുകളായ സ്വഹാബികൾ പഠിപ്പിച്ച ദീൻ, ആ അൻസാറുകളുടെ ശൈലി എന്താണ്? കാനത്തിൽ അൻസാറു യഖറഊന ഇൻദൽ മയ്യിത്തി, മയ്യത്തിന്റെ അരികിൽ വെച്ച് അവർ ഖുർആൻ പാരായണം ചെയ്തിരുന്നു. ബിസൂറത്തിൽ ബഖറ, സൂറത്തുൽ ബഖറ പാരായണം ചെയ്തിരുന്നു. ആരാത് പറയുന്നത്? സക്കരിയ, നിന്റെ നേതാവ് ഇബ്നുൽ ഖയ്യിമാണ് കിതാബുർ റൂഹിൽ ഇത് പറഞ്ഞിട്ടുള്ളത്. നീ കാര്യം മനസ്സിലാക്കണം. അതുകൊണ്ട് മരിച്ചിടത്ത് ഖുർആൻ ഓതുന്നതിന് തെളിവില്ല എന്ന കാര്യം പറയണ്ട. മരണവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങൾ ഏതുണ്ടോ അതിനൊക്കെ തെളിവുണ്ട്. നിഷേധിക്ക്. അപ്പൊ ഞാൻ പറയാ, ഇപ്പൊ നീ പറഞ്ഞതിനാ ഞാൻ മറുപടി പറയുന്നത്. പിന്നെ അദ്ദേഹം പറഞ്ഞു, എന്താ പറഞ്ഞത്? അങ്ങനെ മയ്യത്ത് കൊണ്ടുപോകുമ്പോ ദിക്ർ ചെയ്യുന്നു, ഇത് ഷാഫി മദ്ഹബുകാർ ചെയ്യുന്നു, തെളിവില്ല. പറയട്ടെ, അയാൾ കേട്ടോളൂ. മയ്യത്ത് കൊണ്ടുപോകുമ്പോ ദിക്ർ ചെല്ലാൻ പാടില്ല, ഖുർആൻ ഓതാൻ പാടില്ല, മിണ്ടാതെ മൗനമായി കൊണ്ടുപോകണം. പക്ഷേ ആ മദ്ഹബിനെതിരായിട്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ നോക്കൂ, എന്താ പറഞ്ഞത്? മയ്യത്ത് കൊണ്ടുപോകും, മുണ്ടാതെ കൊണ്ടുപോകണം. അങ്ങനെയാണ് ഷാഫി മദ്ഹബിലുള്ളത്. പക്ഷെ ഷാഫി മദ്ഹബിന്റെ ആളുകൾ അത് ചെയ്യുന്നത് അങ്ങനെയല്ല. അവര് മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ദിക്ർ ചൊല്ലുകയാണ്. നിങ്ങൾ ഓർക്കണം സഹോദരന്മാരെ, ഷാഫി മദ്ഹബിന്റെ ഗ്രന്ഥങ്ങൾ ഇയാൾ പരതിയിട്ടുണ്ടോ? ഇയാൾക്ക് മൗലവിമാർ കൊടുക്കുന്ന ആഫീസിൽ നിന്ന് കൊടുക്കുന്ന ഷീറ്റല്ലാതെ ഇയാൾക്ക് എന്താണ് വിവരമുള്ളത്? നിങ്ങൾക്കറിയാമോ? ഷാഫി മദ്ഹബിലെ പ്രാമാണിക ഗ്രന്ഥം ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു ഹജർ അൽ-ഹൈതമിയുടെ തുഹ്ഫത്തുൽ മുഹ്താജിന്റെ 3ാമത്തെ വാല്യമാണിത്. കിതാബുൽ ജനായിസ് എടുത്ത് പരിശോധിച്ചോ സക്കരിയ, അതിൽ കാണാം നിങ്ങൾ പിളരുന്നതിന്റെ മുമ്പ് നിന്റെ നേതാവ് എഴുതി വെച്ച ഒരു ദുർവ്യാഖ്യാനിച്ച ഒരു വരിയുണ്ട്. എന്താണത്? മയ്യത്ത് കൊണ്ടുപോകുമ്പോ മരണസ്മരണകൾ അവൻ ഉണ്ടായിക്കൊണ്ടായിരിക്കണം പോകേണ്ടത്. എങ്ങനെ? അവന്റെ നാവ് കൊണ്ട് പതുക്കെ ദിക്ർ ചൊല്ലിക്കൊണ്ടാണ് മയ്യത്ത് കൊണ്ടുപോകേണ്ടത്. ആരാ പറയുന്നത്? ഷാഫി മദ്ഹബിലെ പ്രാമാണിക ഗ്രന്ഥം ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു ഹജർ അൽ-ഹൈതമിയുടെ തുഹ്ഫത്തുൽ മുഹ്താജ്. അറിയില്ലെങ്കിൽ പഠിച്ചോ, പക്ഷേ വിവരമുണ്ടാവൂല. കാരണം മൂപ്പരുടെ ഉസ്താദ് സലാം സുല്ലമിയാണ്. സലാം സുല്ലമി ഇതിന് പരിഭാഷപ്പെടുത്തിയത് ഷാഫി മദ്ഹബ് എന്ന പുസ്തകം എന്റെ കൈവശമുണ്ട്. അതിൽ പറഞ്ഞതെന്താ? നിങ്ങൾക്ക് സ്ക്രീനിൽ വേണമെങ്കിൽ, സമയമില്ലാത്തത് കൊണ്ടാണ് ഞാൻ കാണിക്കുന്നില്ല. അതിൽ പറഞ്ഞതെന്താ? നാവ് കൊണ്ട് പതുക്കെ ഓർക്കാം. എങ്ങനെയുണ്ട്? മുജാഹിദിന്റെ സ്വഭാവമാണ് ആ പറഞ്ഞത്. നാവ് കൊണ്ട് ഓർക്കലാത്ര. എങ്ങനെയാ അത് നാവ്? ഇവരുടെ പരിപാടി അങ്ങനെ. മൂക്കുകൊണ്ട് തിന്നുക, അതുപോലെ തന്നെ നാവ് കൊണ്ട് ഓർക്കുക, കണ്ണുകൊണ്ട് കേൾക്കുക, കാതുകൊണ്ട് കാണുക, ഞാൻ പറഞ്ഞില്ല, അങ്ങനെ ഓരോ പരിപാടികൾ അവർക്കുള്ളത്. എന്താ ഇതിന്റെ അർത്ഥം? ദാക്കിറൻ ബിലിസാനി, നാവ് കൊണ്ട് ഓർക്കാമെന്നോ? നാവ് കൊണ്ട് ഓർക്കലല്ല മൗലിമാരെ, ദാക്കിറൻ, അവൻ തന്നെ ദിക്ർ ചൊല്ലിക്കൊണ്ടായിരിക്കണം. ബിലിസാനിഹി, നാവ് കൊണ്ട് ദിക്ർ ചൊല്ലണം മയ്യത്ത് കൊണ്ടുപോകുമ്പോ. ഷാഫി മദ്ഹബിലുള്ള കിതാബാണിത്. ഇനി നിങ്ങൾക്കറിയാമോ, നിങ്ങൾ ദുർവ്യാഖ്യാനിക്കുന്ന ഇമാം നവവിയുടെ വിശ്രുതമായ അൽ അദ്കാർ എന്ന് പറയുന്ന ഗ്രന്ഥമാണിത്. അതിൽ പറഞ്ഞതും മയ്യത്ത് കൊണ്ടുപോകുമ്പോ ദിക്ർ ചൊല്ലേണ്ടതില്ല എന്നല്ല, പിന്നെയോ മയ്യത്ത് കൊണ്ടുപോകുമ്പോ ദിക്ർ വേണം എന്ന് തന്നെയാണ് ബഹുമാനപ്പെട്ട ഇമാം നവവി തങ്ങൾ തന്റെ വിശ്രുതമായ അൽ അദ്കാർ എന്ന് പറയുന്ന ഈ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്. വിശദീകരിക്കാൻ സമയമില്ല. ഈ അധ്യായത്തിന്റെ പേര് തന്നെ എന്താണെന്നറിയോ? മയ്യത്തിന്റെ കൂടെ നടക്കുന്നവൻ പറയേണ്ടത് എന്താണ് എന്ന് വിശദീകരിക്കുന്ന ഗ്രന്ഥം. പറയാൻ പാടില്ല എന്നല്ല, പറയേണ്ടത് എന്തൊക്കെയാണ് അതാ ഞാൻ പറയാൻ പോകുന്നത്. അവനിക്ക് സുന്നത്താണ് അവനാവൽ മുസ്തഖിലൻ ബിദിക്രില്ലാഹി തആല, അല്ലാഹുവിന്റെ ദിക്ർ കൊണ്ട് ജോലിയായവനാവണം.
അള്ളാന്റെ ദിക്ർ കൊണ്ട് ജോലി ആവണം മയ്യത്ത് കൊണ്ട് പോകുമ്പോ എന്ന് ആര് പറയുന്നത്? ഇമാം നവവി അൽ അദ്കാറിൽ പറയുന്നത്. ഇതിന് ശേഷമുള്ള വരികളുണ്ട്. വാലമന്ന സവാബൽ മുഖ്താർ മാകാന അലൈഹി സലഫ് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന അസ്സുകൂതു ഫി ഹാലിസ് സൈരി മഅൽ ജനാസ എന്ന് പറയുന്ന ഒരു ഉദ്ധരണി മുജാഹിദുകൾ സാധാരണ ദുർവ്യാഖ്യാനിക്കലുണ്ട്. എന്താണ് അതിൽ പറയുന്നത്? മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ സലഫു സ്വാലിഹീങ്ങൾ സുകൂത്തായിരുന്നു ചെയ്യാറുണ്ടായിരുന്നത്. ആ സുകൂത്തിന്റെ അർത്ഥം എന്താ? ഇമാം നവവി തന്നെ പറയുന്നു, മിണ്ടാതെ പോണമെന്നല്ല. ഫലാ യുർഫഉ സൗത്തുൻ, ശബ്ദം അമിതമായി ഉയർത്താൻ പാടില്ല. അതാണ് അതിന്റെ അർത്ഥം. മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ഒരു മുദ്രാവാക്യം വിളിച്ച് വിജയാഹ്ലാദം പോലെ ഞങ്ങൾ എന്നെ കണ്ടാ കാണിച്ചു തരാന്നുള്ള രൂപത്തിലുള്ള ദിക്റല്ല ചൊല്ലേണ്ടത്. മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ഇങ്ങനെ വളരെ പതുക്കെ സാവകാശം ദിക്ർ ചൊല്ലിക്കൊണ്ടാ പോകേണ്ടത്. ഇതാണ് ഇതിൽ പറയുന്നത്. അല്ലാതെ തീരെ ദിക്ർ ചൊല്ലണ്ടെന്നല്ല. എന്തുകൊണ്ട്? ഇതേ ഇമാം നവവി തന്നെ തന്റെ കിതാബ് മിൻഹാജുസ് താലിബീൻ എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞു, വയുക്റഹുൽ ലഹതു. എന്താ അതിന്റെ അർത്ഥം? ബഹളം വെക്കൽ കറാഹത്താണ് മയ്യത്ത് കൊണ്ടുപോകുമ്പോ. അപ്പൊ അമിതമായി ബഹളം വെച്ചു കൊണ്ടുപോകരുത്. അല്ലാതെ ദിക്ർ ചൊല്ലണ്ടെന്ന് ഒരു കിതാബിനുമില്ല. ദിക്ർ ചൊല്ലണ്ട എന്ന് മുജാഹിദുകളല്ലാതെ, മുജാഹിദിന്റെ ദുർവ്യാഖ്യാനമല്ലാതെ ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി ശാഫിഈ മദ്ഹബിന്റെ പ്രമുഖ പണ്ഡിതനാണ്. അവർ പറഞ്ഞത് ദാകിറൻ ബിലിസാനിഹി, നാവ് കൊണ്ട് ദിക്ർ ചൊല്ലണം എന്നാണ്. സക്കരിയ സലാഹി പറഞ്ഞ മറ്റൊരു കളവ് ഞാൻ പറയുന്നു. ഷാഫി മദ്ഹബിലുള്ളത് മഹാത്മാക്കളായ ഔലിയാക്കളുടെ ജാറമുണ്ടാക്കുക. നമ്മൾ പറയല്ലോ ജാറമുണ്ടാക്കാൻ പാടില്ല എന്നാണ്. സക്കരിയ സലാഹി പറയട്ടെ, കേട്ടോളൂ നിങ്ങൾ. അയാൾ ഇവിടെ വന്ന് പ്രസംഗിച്ചത്. വലിയാകട്ടെ, സാധാരണക്കാരനാകട്ടെ, മൂല്യാനാകട്ടെ, തങ്ങളാകട്ടെ, നമ്പരാനാകട്ടെ, ദീവിയാകട്ടെ, ആദ്യം പറയാട്ടെ, എല്ലാ ഖബറും ഒരു ചാനെ പൊന്തിക്കാൻ പാടുന്ന പറഞ്ഞിട്ടത്. അതേ എന്ത് ചെയ്യുന്നു? മഹാന്മാരെ ഖബറുകൾ പൊന്തിക്കുന്നതിന് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് കെട്ടിപ്പൊന്തിച്ച് മറ്റേ പിന്നടിച്ച് പുറത്തും പുറത്താക്കോട്ട് 250 തൊട്ട് ഇപ്പുറത്തുനിന്നും അപ്പുറത്തോട്ട് ഒരമ്പലത്തെ പോലെ ആരാധനാ കേന്ദ്രമാക്കി വെച്ചിരിക്കുകയാണ്. കണ്ടോ? അപ്പൊ മഹാത്മാക്കളുടെ മക്ബറയുടെ അരികിൽ നമുക്കറിയാം ജാറമുണ്ടാക്കും. നമ്മൾ ജാറം സിയാറത്ത് ചെയ്യുന്നവർക്ക് സൗകര്യത്തിനും മറ്റുമൊക്കെ ആയിട്ട് അല്ലേ? അത് ചെയ്യാൻ പാടില്ല എന്നാണ് ഷാഫി മദ്ഹബിലുള്ളത് എന്നാണ് ഇയാൾ പറയുന്നത്. ആറ്റക്കോയന്റെ ഖബറാണെങ്കിലും ശരി. അപ്പൊ നീ ആറ്റക്കോയന്റെ ഖബറിനോടെ മുമ്പർക്ക് വലിയൊരു സംഗതി. ബീബി ആയാലും ശരി, ആറ്റക്കോയാലും ശരി. അപ്പൊ സീതിക്കോയാണെങ്കിൽ കുഴപ്പമില്ല. ഏതാവട്ടെ സഹോദരന്മാരെ, മഹാത്മാക്കളുടെ ഖബറുകൾക്ക് മീതെ ജാറമുണ്ടാക്കുന്നതിന്റെ, കുബ്ബയുണ്ടാക്കുന്നതിന്റെ ഇസ്ലാമിക വിധി എന്താ? ചാരിയത്തിന് ഞാൻ നല്ലോണം പഠിപ്പിച്ചു പോയതാ. പിന്നെ ഇവിടെ പൊന്തിട്ട് ഒന്ന് പാറ്റാൻ പറ്റുമോ നോക്കുക. മൂപ്പര് നടക്കൂല. സക്കരിയ ശാഫി മദ്ഹബിലെ പ്രാമാണിക ഗ്രന്ഥം തുഹഫത്തുൽ മുഹ്താജ് എന്ന് പറയുന്ന ഈ ഗ്രന്ഥം ഇതിനിതാ പറയുന്നു. വിശദീകരിക്കുന്നില്ല ഞാൻ. ഷാഫി മദ്ഹബിന്റെ പ്രധാനപ്പെട്ട ഗ്രന്ഥമാണ്. വസിയത്തിന്റെ ബാബിലാണ് ഇത് പറയുന്നത്. വസിയത്ത് ചെയ്യുന്നു ഒരാൾ, വസിയത്ത് ചെയ്യേണ്ടത് മഅസിയത്ത്, തെറ്റായ കാര്യങ്ങൾക്ക് വേണ്ടി ആവരുത് എന്ന് നിബന്ധനയുണ്ട്. ഇമാം നവവി തങ്ങൾ തന്റെ മിൻഹാജിൽ പറയുന്നു. അത് വിശദീകരിച്ചുകൊണ്ട് ഇമാം നവവി, ഇമാം ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞു, വശമില അദമുൽ മഅസിയത്തി അൽ ഖുർബത, തെറ്റായ മേഖലയാവരുത് വസിയത്ത് ചെയ്യുന്നത് എന്ന് പറഞ്ഞതുകൊണ്ട് പുണ്യകരമായ കാര്യങ്ങൾ അതിൽ പെട്ടു. പുണ്യകരമായ മേഖലയിലേക്ക് വസിയത്താവാം. പുണ്യകരമായ കാര്യങ്ങൾ ഏതുപോലെ? കബിനാഇ മസ്ജിദിൻ, പള്ളി ഉണ്ടാക്കും പോലെ. വലൗ മിൻ കാഫിരിൻ, അമുസ്ലിമായ മനുഷ്യനാണെങ്കിലും ശരി, അവനക്കും പള്ളി ഉണ്ടാക്കാൻ വേണ്ടി വസിയത്ത് ചെയ്യാം. മാത്രമല്ല വനഹവി ഖുബ്ബത്തിൻ അലാ ഖബരി നഹവി ആലിമിൻ. കണ്ടോ? വനഹവി ഖുബ്ബത്തിൻ അലാ ഖബരി നഹവി ആലിമിൻ, ആലിം പോലോത്ത, പണ്ഡിതന്മാര് പോലോത്ത ആളുകൾ. ആരാണ് ഈ പോലോത്തവർ? ഇമാം ഷെർവാനി പറയുന്നു, ഇബാറത്തുൽ നിഹായത്തി വൽ മുഗ്നി ഖുബൂരിൽ അംബിയാഇ വൽ ഉലമാഇ വസ്സാലിഹീൻ, അമ്പിയാക്കളുടെയും ഉലമാക്കളുടെയും സ്വാലിഹീങ്ങളുടെയും അതുപോലെ മഹാത്മാക്കളുടെയും ഖബറിന് മുകളിൽ ഖുബ്ബയുണ്ടാക്കുക എന്നത് പുണ്യകർമ്മമാകുന്നു. ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി തുഹഫത്തുൽ മുഹ്താജ് എന്ന് പറയുന്ന ഈ ഗ്രന്ഥത്തിൽ ഷാഫി മദ്ഹബിലെ ഏറ്റവും പ്രാമാണിക ഗ്രന്ഥമാണിത്. ഇതിൽ പറയുന്നു അത് പുണ്യകർമ്മമാകുന്നു. നിങ്ങളിത് പഠിക്കണം. എന്നിട്ടാ പറയുന്നത് ഷാഫി മദ്ഹബില് ജാറുണ്ടാക്കാൻ പാടില്ല, കുപ്പുണ്ടാക്കാൻ പാടില്ല എന്നാണ്. പക്ഷേ ഷാഫികൾ എന്ന് പറയുന്ന ആളുകൾ ഉണ്ടാക്കി നടക്കുന്നു. അല്ല സക്കരിയ, ഇത് നീ പഠിക്കണം. ചാലിയത്ത് നിന്ന് പഠിച്ചത് മറന്നുപോയത് കൊണ്ടാണെങ്കിൽ ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. കഴിഞ്ഞില്ല. രണ്ടാം ഷാഫി എന്ന പേരിൽ അറിയപ്പെടുന്ന ഇമാം മുഹമ്മദ് റംലി തന്റെ വിശ്രുതമായ നിഹായത്തുൽ മുഹ്താജ് എന്ന് പറയുന്ന ഈ ഗ്രന്ഥത്തിൽ പറയുന്നു, ഇതേ കാര്യം പറയുന്നു. വശമിൽ അദമുൽ മഅസിയത്തി അൽ ഖുർബത,
തെറ്റായ മേഖലയിലേക്ക് വസിയത്ത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞതുകൊണ്ട് പുണ്യകരമായ കാര്യങ്ങളാവാം. അത് ഏതുപോലെ കളിമാറത്തിൽ മസാജിദി പള്ളികൾ പരിപാലിക്കും പോലെ വലൗമിൻ കാഫിരിൻ മുസ്ലിം ആണെങ്കിലും ശരി വഖുബൂരിൽ അംബിയാഇ വൽ ഉലമാഇ വസ്സാലിഹീൻ അംബിയാക്കളുടെയും ഉലമാക്കളുടെയും സജ്ജനങ്ങളുടെയും ഖബറുകൾ പരിപാലിക്കുക എന്നത് അതിനുവേണ്ടി വസിയത്താക്കാം. അത് തെറ്റല്ല, അത് മോശമല്ല, അത് ശിർക്കല്ല, അത് കുഫ്റല്ല, അത് തെറ്റല്ല, അത് മഅസിയത്തല്ല. ആരാ പറയുന്നു? ഇമാം റംലി പറയുന്നു. വിശദമായ ഉദ്ധരണിയാണ്. അതിലുണ്ട് എന്തുകൊണ്ടാണ് അവിടെ കുബ്ബയുണ്ടാക്കാം, ഇമാറത്ത് ചെയ്യാമെന്ന് പറയുന്നത്. ആ മഖ്ബറയെ ആ കുബ്ബയുണ്ടാക്കുന്നത് കൊണ്ട് പരിപാലിക്കുന്നത് കൊണ്ട് സിയാറത്തിനെ ജീവസുറ്റതാക്കുന്നു, അവിടെ ബറക്കത്തെടുക്കാൻ പറ്റുന്നു. ഇതുകൊണ്ടാണ് അതിന് വസിയത്താക്കാൻ പറ്റും, അത് പുണ്യകർമ്മമാണ് എന്ന് പറയാനുള്ള കാരണം. ആരാ പറയുന്നത്? ഇമാം മുഹമ്മദുർ റംലി. എന്നിട്ട് മഹാൻ വിശദീകരിച്ചുകൊണ്ട് പറയുന്നു എങ്ങനെയാണ് അതിനെ പരിപാലിക്കേണ്ടത്. ആ പരിപാലിക്കുന്നതിന്റെ ഉദ്ദേശം വിശദമായ ഇബാറത്തിൽ അദ്ദേഹം പറയുന്നു, അവരുടെ ഖബറുകൾക്ക് മീതെ കുബ്ബകൾ ഉണ്ടാക്കലാകുന്നു. മഹാത്മാക്കളുടെ ഖബറുകൾക്ക് മീതെ കുബ്ബയുണ്ടാക്കുക, ബിൽഡിങ്ങുകൾ ഉണ്ടാക്കുക. ജാറങ്ങളിൽ നമ്മൾ കാണാറുണ്ടല്ലോ, അതുപോലെ കുബ്ബയും ജാറവും ഉണ്ടാക്കൽ തെറ്റല്ല, പുണ്യകർമ്മമാകുന്നു. ഷാഫി മദ്ഹബാണ് ഈ പറയുന്നത്. നേരത്തെ പറഞ്ഞത് അത് വഹാബി മദ്ഹബ, അല്ലാതെ ഷാഫി മദ്ഹബല്ല. ഷാഫി മദ്ഹബിന്റെ പേരിൽ സംസാരിക്കാൻ സക്കരിയാക്ക് ഒരു അവകാശവുമില്ല. നുണ പറയുകയാണ്, വിവരമില്ലാതെ പറയുകയാണ്. ഷാഫി മദ്ഹബിന്റെ കിതാബുകളിൽ ഇമാമുകൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്താ? അനധികൃതമായിട്ടുള്ള മഖ്ബറയിൽ അല്ലെങ്കിൽ കുബ്ബയും ജാറവും പാടില്ല. അത് കുബ്ബയും ജാറവും അല്ല, അനധികൃതമായിട്ട് പള്ളി ഉണ്ടാക്കിയാലും പൊളിച്ചണം, മദ്രസ ഉണ്ടാക്കിയാലും പൊളിച്ചണം, പലതും പൊളിച്ചണം. അതെല്ലാവരും വന്നിട്ടല്ലേ. അനധികൃതമായിട്ട് ഒന്നും ഉണ്ടാക്കാൻ പാടില്ല, അത് പൊളിക്കണം, അത് പാടില്ല എന്ന് എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. അത് ഇയാൾ നമ്മുടെ മേക്കെട്ട് കയറിയാണ്. ഏത്? അതുകൊണ്ട് കുബ്ബ പൊളിക്കണം, അങ്ങനെയില്ല. മഹാത്മാക്കളായ പണ്ഡിതന്മാര് ഷാഫി മദ്ഹബിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞിട്ടുള്ളത് അതാണ്. നിങ്ങൾ ചിന്തിക്കണം സഹോദരന്മാരെ. പിന്നെ അയാൾ പറഞ്ഞൊരു കാര്യം ഞാൻ ചുരുക്കി പറയുകയാണ്. ഇവിടെ പറഞ്ഞ മറ്റൊരു കാര്യം എന്താണെന്നറിയോ? ഇവിടെ മങ്കൂസ് മൗലിദ് എന്ന് പറയുന്ന മൗലിദുണ്ട്. ആ മൗലിദിൽ അവർ കള്ളത്തരമാണ് പറയുന്നത്. ആ കള്ളത്തരത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ നൂറിനെ കുറിച്ച് പറയുന്നുണ്ട്. ആദ്യ സൃഷ്ടി നൂറാകുന്നു. നൂറു നബിയ്ക, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നൂറാണ്. സുബ്ഹാനല്ലദീ യത്ലഉ ഫീ ശഹരി റബീഉൽ അവ്വലി ഖമറ നബിയിൽ ഹുദാ വഔജദ നൂറഹു ഖബല ഖൽഖിൽ ആലമി വസമ്മാഹു മുഹമ്മദാ എന്ന് പറയുന്ന മങ്കൂസ് മൗലിദിന്റെ ആദ്യ ഭാഗം നമുക്കറിയാമല്ലോ. ആ ഭാഗം ശരിയല്ല, അത് കള്ള ഹദീസാകുന്നു. മൂപ്പര് വാദം കേട്ടോളൂ, മൂപ്പര് പറയട്ടെ. അതുപോലെ തന്നെ റസൂലുള്ളാഹിയോട് ചോദിച്ചു, ലോകത്ത് ആദ്യമായി പറഞ്ഞ നബിയെ നിങ്ങൾ എനിക്കൊന്ന് പറഞ്ഞു തരണം. അവൻ നബി പറഞ്ഞത്രേ, നൂറ നബിയ്ക്കയാ ജാബിർ, ജാബിറെ നിന്റെ നബിയുടെ പ്രകാശമാണ്. ഇങ്ങനെ ഹദീസല്ല. അങ്ങനെ ഹദീസ് ഉണ്ടെന്നും അബ്ദുൽ റസാഖിൽ ഉണ്ടെന്നും കസ്തല്ലാനി തന്റെ ഒരു കിതാബിൽ എഴുതി വെച്ചു. ഇമാം കസ്തല്ലാനി തന്റെ കീറ കിതാബിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ഹദീസ് തന്നെ ഇല്ല. അങ്ങനെ ലോകം മുഴുവൻ പ്രക്ഷേപണം ചെയ്തു. എന്നിട്ട് ലോകത്തുനിന്ന് തെരഞ്ഞെടുപ്പിന്റെ വിദ്യോ കിട്ടിയില്ല. എന്നിട്ട് ഇപ്പൊ പറഞ്ഞു, ഇതാ നഷ്ടപ്പെട്ട മുസന്നഫിന്റെ കോപ്പിയുടെ കാലം കളഞ്ഞു നിന്ന് വീട് കിട്ടിയിരിക്കുന്നു. അത് മാർക്കറ്റിലുണ്ട്, ദുബായിൽ ഇറക്കിയതാണ്. ആ മാർക്കറ്റിന്റെ മേശയിൽ വെച്ചാൽ മതി, മനുഷ്യന്മാർക്ക് കാണിച്ചു കൊടുക്കണം. അതെന്താ സ്വർണ്ണം കുഴിച്ചായി കുഴിച്ചിട്ടുള്ള സാധനം. അതെ, ലോകം തുറന്നീടുന്ന മുസന്നഫ് എവിടെയും ഇല്ലാത്തതാണ്. മക്കയിലെ പണ്ഡിത സമിതി പറഞ്ഞു, ഒരൊറ്റ മഹത്വം ധരിക്കാത്തതാണ്. കേട്ടില്ലേ നിങ്ങൾ? എന്താ പറഞ്ഞത്? മങ്കൂസ് മൗലിദിൽ പറഞ്ഞ ആ ഹദീസ് ശരിയല്ല. റസൂലുള്ളാഹി തങ്ങളുടെ നൂറാണ് ആദ്യം സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് പറയുന്ന ഹദീസ് ജാബിർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഇമാം ഖസ്തല്ലാനി, അതുപോലെ ഇമാം ഇജ്ലൂനി, അങ്ങനെ ഒരുപാട് പണ്ഡിതന്മാർ ഉദ്ധരിക്കുന്നുണ്ട്. എന്താണ് ഉദ്ധരിക്കുന്നത്? ജാബിർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുകയാണ്, നബിയേ അഖ്ബിർനീ അൻ അവ്വല ശൈഇൻ ഖലഖഹുല്ലാഹ്,
അള്ളാഹു ആദ്യമായി പടച്ചിട്ടുള്ള വസ്തു ഏതാണ് നബിയേ എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ള പറഞ്ഞു ഖാല നൂറ നബിയിക യാ ജാബിർ ഖാല റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂൽ മറുപടി പറഞ്ഞു എന്നൊരു ഹദീസും. ഈ ഹദീസിനെ ഞാനാണ് വിമർശിക്കുന്നത്. എന്താണ് അത്? ബഹുമാനപ്പെട്ട ഇമാം മുസന്നഫ് അബ്ദുർ റസാഖി, ഇമാം അബ്ദുർ റസാഖ്, ഹാഫിൽ അബ്ദുർ റസാഖ് ഉദ്ധരിച്ചു എന്നാണ് ഖസ്തലാനി ഉൾപ്പെടെയുള്ള ഒരുപാട് പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്. നിങ്ങൾ ചിന്തിക്കണം സഹോദരന്മാരെ, അതിനെക്കുറിച്ച് ഇയാൾ പറയുന്നു എന്നാ നിങ്ങൾ കാണിച്ചു തരൂ, മുസന്നഫിന്റെ കോപ്പികളിൽ അത് കാണിച്ചു തരൂ എന്നാ ഇയാളെ വെല്ലുവിളി. എല്ലായിടത്തും ഉണ്ട് വെല്ലുവിളി, എല്ലായിടത്തും പറയാറുണ്ട്. ഞാൻ മുസന്നഫിന്റെ കോപ്പി കൊണ്ടുപോയി, എന്നിട്ട് പറഞ്ഞു മൗലവിമാരെ മുസന്നഫിന്റെ കോപ്പി ഇന്ന് പ്രസിദ്ധീകരിക്കപ്പെട്ട കോപ്പി ഇതാണ്. ഇത് ഒരു ഒന്നാം പാള്യം. ഈ ഒന്നാം പാള്യത്തിന്റെ ആമുഖത്തിൽ ഇത് പ്രസിദ്ധീകരിക്കാൻ മുന്നോട്ട് വന്ന ഹബീബുർ റഹ്മാൻ അഅ്ലമി എന്ന് പറയുന്ന ആള് ഇതിന്റെ ആമുഖത്തിൽ ഒരു സത്യം പറയുന്നുണ്ട്. എന്താണ് അയാൾ പറയുന്നത് എന്നറിയും? അയാൾ പറയുന്നു തംബീഹുൻ. ഞാനൊരു പ്രത്യേക കാര്യം നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്ന നുസഖല്ലത്തി അസർന അലൈഹ അവില്ലത്തി അഹ്റസ്നാഹ മുസവ്വറതൻ ഔ മഖ്തൂതതൻ വഅതമദ്നാഹ ഫി ഇദാദി ഹാദ ദീവാനിൽ ജലീൽ ലിത്തബഇ വസതജിദു വസ്ഫഹ ഇൻഷാ അല്ലാഹു ഫിൽ മുഖദ്ദിമ കുല്ലുഹാ നാഖിസ ഇല്ലാ നുസ്ഖത മുറാദുല്ല ബിൽ ഫഇന്നഹാ കാമിലത്തുൻ ഇല്ലാ നഖ്സൻ ബസീതൻ ഫി അവ്വലിഹാ വഫി ഫാത്തിഹത്തിൽ മുജല്ലദിൽ ഖാമിസ് മിൻ മുജല്ലദാത്തിൽ അസ്രി ഫീമാ നറാ. എന്താ പറഞ്ഞത്? ഇന്ന് ഞാൻ മുസന്നഫിന്റെ ഒരുപാട് കോപ്പികൾ നോക്കി. ആ കോപ്പികളൊന്നും ഇമാം അബ്ദുർ റസാഖ് തങ്ങൾ രചിച്ചതുപോലെ ആദ്യം മുതൽ അവസാനം വരെ ഉള്ള ഒരു കോപ്പിയും എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ കുറച്ചെങ്കിലും ആപേക്ഷികമായി കുറഞ്ഞ മുസന്നഫിന്റെ കോപ്പിയാണ് ഞാൻ, നുസ്ഖയാണ്, പതിപ്പാണ് ഞാൻ അവലംബിച്ചത്. ആ പതിപ്പിന്റെ കാര്യം തന്നെ പറഞ്ഞാല് അദ്ദേഹം പറയാം, അതിന്റെ ഒന്നാമത്തെ വാള്യവും അതുപോലെ തന്നെ അതിന്റെ 5-ാമത്തെ വാള്യവും ഒക്കെ അതിൽ നിന്ന് ഒരുപാട് ഹദീസുകൾ പോയിട്ടുണ്ട്, നഷ്ടപ്പെട്ടിട്ടുണ്ട്. എനിക്ക് കിട്ടിയ കോപ്പിയിൽ തന്നെ അത്തരം ഹദീസുകൾ ഇല്ല. അപ്പൊ അപൂർണമായ നുസ്ഖയാണ് ഞാൻ ഇവിടെ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് എന്ന് ഇത് പ്രസിദ്ധീകരിക്കാൻ രംഗത്ത് വന്ന ഹബീബുർ റഹ്മാൻ അഅ്ലമി എന്ന പണ്ഡിതൻ പറയുകയാണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഞാൻ അത് പ്രസിദ്ധീകരിക്കുമ്പോ തന്നെ ഇതിൽ മുഴുവൻ കൂടി ഇല്ലട്ടോ എന്നാണ് അയാൾ പറയുന്നത് തന്നെ. എന്നിട്ട് മുജാഹിദ് വെല്ലുവിളിക്കാം, എന്നാ മുസന്നഫിന്റെ ഏത് കോപ്പിയിലുള്ളത് കാണിച്ചു തരൂ. അപ്പൊ ഞങ്ങൾ പറഞ്ഞു മുസന്നഫ് അബ്ദുർ റസാഖിന്റെ കോപ്പികൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ട്. ഇയാൾ പരിശോധിച്ചപ്പോൾ ഇയാൾക്ക് കിട്ടിയില്ല. അങ്ങനെ പരിശോധിച്ചപ്പോൾ ഇതാ ഡോക്ടർ സൽമാൻ ഷെയ്ഖ് ഈസ എന്ന് പറയുന്ന ദുബൈ ഔഖാഫിന്റെ മുൻ ഡയറക്ടറായ ഷെയ്ഖ് ഈസ എന്നവർ ഈ നുസ്ഖ പരതി അദ്ദേഹം ഇതിന്റെ ആമുഖത്തിൽ അതിന്റെ ചരിത്രങ്ങൾ പറയുന്നുണ്ട്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കുത്തുബ്ഖാനകളിൽ പണ്ഡിതന്മാരിൽ ചെന്ന് അന്വേഷിച്ചു അവസാനം എനിക്ക് ആ പതിപ്പ് കിട്ടി. നഷ്ടപ്പെട്ട ഹദീസുകൾ കിട്ടിയപ്പോൾ അദ്ദേഹം അത് പ്രസിദ്ധീകരിച്ചു. അൽ ജുസ്ഉൽ മഫ്ഊദു മിനൽ ജുസ്ഇൽ അവ്വലി മിനൽ മുസന്നഫ്. മുസന്നഫിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ കോപ്പിയുടെ 1-ാമത്തെ വാല്യത്തിൽ നഷ്ടപ്പെട്ട ഭാഗങ്ങളാണിത്. അത് നോക്കൂ നിങ്ങൾ, ഇതിന്റെ 63-ാമത്തെ പേജിൽ കാണാം. ഇതിൽ 1-ാമത്തെ അധ്യായം തന്നെ കിതാബുൽ ഈമാനാണ്. ഈ കിതാബുൽ ഈമാനിൽ 1-ാമത്തെ ബാബുൻ ഫീ തഖ്ലിയത്തി നൂരി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന അധ്യായമാണ്. എന്നിട്ട് ആ അധ്യായത്തിൽ അദ്ദേഹം ഉദ്ധരിക്കുന്ന ഹദീസ് കാണാം. അബ്ദുർ റസാഖ് അൻ മഅ്മരിൻ അൻ ഇബ്നുൽ മുൻകദിർ അൻ ജാബിർ റളിയല്ലാഹു അൻഹു അന്നഹു ഖാൽ സഅൽതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ അവ്വലി ശൈഇൻ ഖലഖഹുല്ലാഹ്. നമ്മൾ പറഞ്ഞ ഹദീസ്, അല്ലാഹു സൃഷ്ടിച്ച ആദ്യ വസ്തു ഏതാണെന്ന് ഞാൻ നബിയോട് ചോദിച്ചു. ഫഖാല, അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, ഹുവ നൂറു നബിയിക യാ ജാബിർ. ആദ്യമായി അല്ലാഹു പടച്ചത് ജാബിറെ നിന്റെ പ്രവാചകന്റെ നൂറാകുന്നു. റസൂലുള്ള പറഞ്ഞ മങ്കൂസ് മൗലിദിലുള്ള സുബ്ഹാനല്ലദീ അത്ലഅ ഫീ ശഹരി റബീഉൽ അവ്വലി ഖമറ നബിയിൽ ഹുദാ വഔജദ നൂറഹു ഖബ്ല ഖൽഖിൽ ആലമി വസമ്മാഹു മുഹമ്മദാ എന്ന് പറഞ്ഞത് സത്യമാണ്, ഹദീസുകളിലുണ്ട്. അത് ഇല്ല എന്ന് പറയുന്നത് കളവാണ്. ഇത് ഞാൻ ചാരിയത്തും പറഞ്ഞിരുന്നു. അപ്പോ സക്കരിയ മുങ്ങി. പിന്നെ അനീഫാനെ പറഞ്ഞയച്ചു കായക്കുടി. അനീഫ വന്നിട്ട് ഇതിനെക്കുറിച്ച് ഒരുപാട് ചോദ്യങ്ങളാണ് ചോദിച്ചു. ആ ചോദ്യം ഇതിലില്ലേ, ഒന്ന് വെച്ചു കൊടുക്ക്. മൂപ്പരിങ്ങനെ സക്കരിയ എഴുതി കൊടുത്ത ചോദ്യം ഇങ്ങനെ ഇയാൾ വന്ന് ചോദിക്കാൻ തുടങ്ങി. ഞാൻ ആ ഓരോ ചോദ്യം ഇട്ടു, അതിന് മറുപടിയും പറഞ്ഞു. അതൊന്ന് കേട്ടോളൂ നിങ്ങൾ. ഞാൻ ഓരോന്നിനും മറുപടി പറയാം. വെക്ക് ഓരോ ചോദ്യം കിതാബ് എടുക്ക്. വൈകി പറയട്ടെ, അയാളെ ചോദിക്കട്ടെ, ഞാൻ മറുപടി പറയട്ടെ. സഖാഫിമാര് മറുപടി പറയണം. ആരാണ് ആ മുസന്നഫ് അബ്ദുർ റസാഖ് പുറത്തിറക്കിയത്?
മറുപടി പറയുന്നു അദ്ദുക്തൂർ ഈസ ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു മുഹമ്മദ് ഇബ്നു മാനി അൽ ഹുമൈരി, അതായത് ദുബൈയിലെ ആ ഔഖാഫിന്റെ ഇസ്ലാമിക് മതകാര്യ വകുപ്പിന്റെ മുൻ ഡയറക്ടറായിരുന്ന വിശ്രുത പണ്ഡിതനാണ്. അദ്ദുക്തൂർ ഈസ ഇബ്നു അബ്ദുല്ലാ എന്ന് പറയുന്ന മഹാപണ്ഡിതനാണ്. അദ്ദേഹമാണ് ഇത് പുറത്തിറക്കിയിട്ടുള്ളത്. ചോദ്യം വരട്ടെ, ഒന്നാം ചോദ്യത്തിന്റെ മറുപടി. കേട്ടോ, ഞാൻ പറഞ്ഞു തരാം. അവതാരിക എഴുതിയ ആള് അശൈഖ് الدكتور محمود سعيد ممدوح المصري الشافعي, വലിയ ഹദീസ് പണ്ഡിതനാണ്. തഖരീദ് الدكتور المحدث محمود سعيد ممدوح المصري الشافعي. രണ്ടാം ചോദ്യത്തിന്റെ മറുപടി അടുത്ത ചോദ്യം ചോദിക്കേ. എവിടെ നിന്നാണ് അത് പുറത്തിറങ്ങിയത്? ദുബൈയിൽ നിന്നാണ് ഇത് പുറത്തിറങ്ങിയിട്ടുള്ളത്. പറയാ ചോദിക്ക. ഇന്ത്യയിൽ നിന്നാണ് അതിന്റെ കൈയെഴുത്ത് പ്രതി കിട്ടിയത്. സയ്യിദ് മുഹമ്മദ് അമീൻ ബറക്കാത്തി അൽ ഖാദിരി എന്നിവരിൽ നിന്നാണ് അത് കിട്ടിയത്. പറയൂ. ഹിജറ 933 റമളാൻ 9 തിങ്കളാഴ്ച ദിവസമാണ് അതിന്റെ കൈയെഴുത്തു പ്രതി ആ കൈയെഴുത്തു പ്രതിയിൽ നിന്ന് വിരമിച്ചത്. ചോദിക്കുക. ആ കയ്യെഴുത്ത് പ്രതി ഉണ്ടാക്കാൻ അവലംബിച്ച കയ്യെഴുത്ത് പ്രതി എവിടെയാണുള്ളത്? ഇമാം ബൈഹഖിയും ഇമാം ഖസ്തലാനിയും ഇമാം സുയൂത്തിയും ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമിയും ഒക്കെ അവലംബിച്ച ഏത് കയ്യെഴുത്ത് പ്രതിയാണോ അതേ പ്രതിയിൽ നിന്നാണ് ഇവരും അത് രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്. പറഞ്ഞു മറുപടി എനിക്കൊന്ന് കേൾക്കണം. ചോദ്യം കഴിഞ്ഞില്ലേ? മൂപ്പർ ആ ചോദ്യം തീർന്നോട്ടെ, ഇനി മറുപടി പറയും, എനിക്കൊന്ന് കേൾക്കാലോ. മൂപ്പറെ വെല്ലുവിളി കേട്ടപ്പോ എന്തോ വലിയൊരു സംഗതി പോലെയൊക്കെ ഒരു പൊട്ടാത്ത ബോംബുണ്ട് എന്ന് തോന്നിപ്പോയി. പറയേ വാ, എന്നിട്ട് നമുക്കൊന്ന് നോക്കുക. നമുക്ക് ആ മറുപടി ഒന്ന് കയറാം. എന്താ അതിന് തകരാറ് നോക്കുക. സഹോദരന്മാരെ, അപ്പൊ ഇതാണ് അതിന്റെ യാഥാർത്ഥ്യം. അപ്പൊ മുജാഹിദുകൾക്ക് നമ്മൾ ആ ഹദീസ് ലഭ്യമായതോടുകൂടി ആകെ പരിഭ്രാന്തിയായി. ഇപ്പൊ അവര് പറഞ്ഞിരുന്ന കാര്യങ്ങൾ പൊളിഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ മുജാഹിദുകൾക്ക് ആകെ പരിഭ്രാന്തിയും വിഷമവും വന്നിട്ടുണ്ട്. എന്നിട്ട് നുണ പറഞ്ഞ് ഇങ്ങനെ നടക്കുക സക്കരിയ. ഇവിടെയും വന്ന് അത് കൊട്ടിയിരിക്കുന്നു. സഹോദരന്മാരെ, നിങ്ങൾ ചിന്തിക്കണം. ഞാൻ പറയുന്നത് പ്രമാണങ്ങളുടെ പിൻബലമില്ല. ഇമാമുകൾ എഴുതി വെച്ചത് സത്യമാണ്. മുജാഹിദുകൾ നടത്തുന്നത് ദുർവ്യാഖ്യാന കസർത്തുകളാണ്. എത്രത്തോളം അറിയങ്ങൾ ഇവർക്ക് പ്രമാണമുണ്ടെങ്കിൽ തൗഹീദിന്റെ വിഷയത്തിൽ വരെ അവരെങ്ങനെ മാറിക്കളിക്കും? നിങ്ങൾ ചിന്തിച്ചു. തൗഹീദിന്റെ വിഷയത്തിൽ മാറ്റി മറിച്ച ഒരു വർഗല്ലേ മുജാഹിദുകൾ. നിങ്ങൾ ചിന്തിച്ചു നോക്കി. ഞാൻ പരത്തുന്നില്ല, ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീട് പറയേണ്ടി വരും. ഞാൻ സാമ്പിളിൽ 1-2 കാര്യം പറയാം. മുജാഹിദുകളുടെ പഴയകാല തൗഹീദ് എന്താണെന്നറിയോ നിങ്ങൾക്ക്? മറഞ്ഞ വഴിയിലൂടെയുള്ള ഉപകാര ഉപദ്രവം അള്ളാഹ്ക്ക് മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ, വേറെ ആർക്കും ചെയ്യാൻ കഴിയില്ല. ചെയ്ത ശിർക്കാണ്, കുഫറാണ്, തൗഹീദ് എന്ന് പുറത്താണ്. കേട്ടോളൂ നിങ്ങൾ. സക്കരിയ സലാഹിയുടെ ഗുരുനാഥനായ അബ്ദുസ്സലാം സുല്ലമി പറയും. നിങ്ങളൊന്ന് കേട്ടോളൂ. ആള് പറയട്ടെ എന്ന് വെച്ചുകൊടുത്ത. ഇതാണ് മുജാഹിദിന്റെ ഏറ്റവും വലിയ ഹദീസ് പണ്ഡിതനാണ്. ഇത് എനിക്ക് ആള് മാറിയതല്ല, ഇതര സമുദായത്തിൽപ്പെട്ട ആളൊന്നുമല്ല. അങ്ങനെ ആരും തെറ്റിദ്ധരിക്കണ്ട. മുജാഹിദിന്റെ ഹദീസ് പണ്ഡിതനാകുമ്പോൾ ഇങ്ങനൊക്കെ തന്നെ കാരണം നമ്മളെ ഹദീസ് പണ്ഡിതന്മാർ നോക്കി എന്താ അതിന്റെ മട്ടം. പറയട്ടെ. മറഞ്ഞ മാർഗത്തിലൂടെ നന്മ വരുത്തുവാൻ അള്ളാഹുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. മറഞ്ഞ മാർഗത്തിൽ തിന്മ വരുത്തുവാൻ അള്ളാഹുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. ഈ വിശ്വാസത്തിൽ കുറവ് വരുമ്പോൾ സിഹറിൽ വിശ്വാസം ഉണ്ടാവും. കാരണം അഭൗതികമായ മാർഗത്തിലൂടെ നന്മ വരുത്താൻ ആർക്കേ സാധിക്കുള്ളൂ? അള്ളാഹ്ക്കേ സാധിക്കുള്ളൂ. അഭൗതിക മാർഗത്തിലൂടെ തിന്മ വരുത്താനും അള്ളാഹുവിനെ സാധിക്കുള്ളൂ. കാരണം അഭൗതികമായ മാർഗത്തിലൂടെ നന്മ വരുത്താൻ ആർക്കേ സാധിക്കുള്ളൂ? അള്ളാഹ്ക്കേ സാധിക്കുള്ളൂ. അപ്പോ ആ വിശ്വാസത്തിൽ കുറവ് വരുമ്പോഴാണ് സിഹിറിൽ വിശ്വാസം വരുന്നത്. അതുകൊണ്ട് സിഹിറുണ്ട് എന്ന് വിശ്വസിക്കാൻ പറ്റൂല. പഴയ തൗഹീദാണ് പറഞ്ഞത്. ഇതേ തൗഹീദ് സക്കരിയ സലാഹിയും പഴയ തൗഹീദ് പറയുന്നത് കേട്ടോളൂ നിങ്ങൾ. ആള് പറയട്ടെ. സിഹിർ ഫലിക്കൂല ആള് പറയട്ടെ എന്ന് വെച്ചുകൊടുത്ത. അപ്പൊ മാരണം ചെയ്തു എന്ന വിശ്വാസം ഒരാളെ കുറിച്ച് നമുക്ക് ഉണ്ടായാൽ അത് നമ്മൾ തിരുത്തണം. അങ്ങനെ ഒരാളെ കുറിച്ച് നമ്മൾ വിശ്വസിക്കാൻ പാടില്ല. തൗഹീദ് അനുസരിച്ച് ഇപ്പൊ ചില ആളുകൾക്ക് സംശയം, അത് ഫലിക്കോ ഫലിക്കൂലെന്ന് ചർച്ച ചെയ്യണം. എന്തിനാ? നമ്മളെ സംബന്ധിച്ചിടത്തോളം ഫലിക്കൂല എന്നല്ലേ നമ്മളെ വിശ്വാസം. അതനുസരിച്ച് നമ്മൾ നിന്നാ മതി. എത്ര ചെറുത്താന്മാരൊന്നിച്ച് സീർ ചെയ്താലും ഇപ്പൊ ഞമ്മക്ക് വെല്ലുവിളിക്കുന്നു. ഞങ്ങളൊക്കെ ഇപ്പൊ ഇതിനെതിരെ പ്രസംഗിച്ചടക്കുന്ന ആളുകളാ. എന്നാ ഈ സീറന്മാർക്ക് ഞങ്ങൾക്കൊക്കെ എതിരിലൊക്കെ സീർ ചെയ്തൂടെ? അപ്പൊ സിഹിർ ഫലിക്കുന്നില്ല. പഴയ തൗഹീദ് സക്കരിയ സലാഹി പ്രമാണത്തിന്റെ മൊത്തക്കുത്തക മൂപ്പറ കയ്യില. പഴയ തൗഹീദിൽ സിഹിർ ഫലിക്കൂല. അങ്ങനെ വിശ്വസിച്ചാൽ ഇസ്ലാമിൽ തന്നെ പുറത്തു പോകുന്നു. മറ്റേ സലാം സുല്ലമിയും. ഇനി നിങ്ങൾ നോക്ക്. പുതിയ തൗഹീദ് അനുസരിച്ച് സക്കരിയ പറയുന്നത് കേട്ടോളൂ.
സിഹർ ഫലിക്കുമെന്നാണ് മുജാഹിദുകൾ ഇക്കാലം എത്രയും പറഞ്ഞിട്ടുള്ളത്. കേട്ടോളൂ, അയാളെന്ന് പറയട്ടെ. അപ്പൊ സിഹർ ഫലിക്കുമെന്നാണ് ഇസ്ലാഹി പ്രസ്ഥാനം മുമ്പ് മുതൽക്കേ പറഞ്ഞു പോയിട്ടുള്ളത്. അതിനെതിരായിട്ട് ഈ സുല്ലം ഇപ്പൊ കുറെ ദുർവ്യാഖ്യാനങ്ങളും യുക്തിവാദങ്ങളും കൊണ്ടുവരികയാണ്. കണ്ടോ, പണ്ട് മുതലേ മുജാഹിദ് പറഞ്ഞിട്ടുള്ളത് സിഹർ ഫലിക്കുന്നാണ്. അപ്പൊ അയാളല്ലേ പറഞ്ഞത് ഫലിക്കൂല, എന്നാ എന്നൊന്ന് സിഹർ ചെയ്ത് കൊല്ലട്ടെ എന്നല്ലേ അയാൾ ചോദിച്ചത്. ഇതൊക്കെ മറന്നു പെട്ടെന്ന് മറക്കാനുള്ള കഴിവുണ്ടാകുക എന്നുള്ളതാണ് മുജാഹിദിൽ മെമ്പർഷിപ്പ് കിട്ടാനുള്ള ഒന്നാമത്തെ നിബന്ധന. ഒന്നാകെ വായടച്ച് അതാ കണ്ണാക്ക് തൊടാതെ വിഴുങ്ങാൻ കഴിയണം. നോക്ക് നിങ്ങൾ, എന്താണ് ഇവരുടെ ഇത്? തൗഹീദാണെന്ന വിഷയം, തൗഹീദിന്റെ കാര്യമാണ്. അതിലാണ് മുജാഹിദ് മറിമായം നടത്തുന്നത്. കഴിഞ്ഞില്ല. ഇത് നോക്ക് നിങ്ങൾ, അലിമദനി മൊറയൂർ മടവൂർ ഗ്രൂപ്പിന്റെ നേതാവാ. മൂപ്പര് പറയുന്നത്, ഞാൻ ഗ്രൂപ്പിസം പറയൽ എന്റെ ലക്ഷ്യമല്ല കേട്ടോ, അങ്ങനെയാണെങ്കിൽ ഈ ക്ലിപ്പല്ല ഞാൻ വേറെ ഇടുക. ഇതിപ്പോ ഞാൻ തൗഹീദിൽ അവർക്ക് പറ്റിയ വ്യതിയാനത്തിന് വേണ്ടി സാമ്പിൾ പറയട്ടെ. അലിമദനി പറയുന്നത് കേട്ടോളൂ നിങ്ങൾ. മുജാഹിദിന്റെ മുഖപത്രമായ അൽമനാറിൽ വരെ പറയുന്നു സിഹർ ഫലിക്കൂല. വെച്ചുകൊടുക്കും. മുജാഹിദീൻ അതിൽ വെച്ചു പോന്നിട്ടുള്ള പുലർത്തി പോന്നിട്ടുള്ള വിശ്വാസം എന്തായിരുന്നു? 982 നവംബർ മാസത്തെ അൽമനാറാണിത്. ഇതിൽ സിഹർ എന്ന് പറയുന്ന ഹെഡിങ്ങിൽ മൂസ വാണിമേലിന്റെ ലേഖനമുണ്ട്. മൂസ വാണിമേൽ അപ്പുറത്തുള്ള ഒരു മാന്യനായ പണ്ഡിതനാണ്. അദ്ദേഹം സിഹറിനെ കുറിച്ച് അൽമനാറിൽ വിശദീകരിക്കുന്നു. തലമുറകളിലൂടെ കൈമാറ്റം നടത്തപ്പെടുകയും കെട്ടുകഥകളിലൂടെ ഭീകരത സ്ഥാപിക്കപ്പെടുകയും അതുകൊണ്ട് തന്നെ ആളുകൾ ഭയത്തോടെ നോക്കിക്കാണുകയും ചെയ്യുന്ന കേവല മിഥ്യയാണ് വാസ്തവത്തിൽ സിഹർ. സ്വന്തമായ ഒരു സത്തയോ നിലനിൽപ്പോ പ്രതിഫലനമോ അത് ഉൾക്കൊള്ളുന്നില്ല. നിങ്ങൾ സിഹറിനെ കുറിച്ച് മിഥ്യയാണത്, മിഥ്യയാണ്. സിഹർ എന്ന് പറഞ്ഞ സംഗതി തന്നെ ഇല്ല, ഉണ്ട് എന്ന് വിശ്വസിക്കാൻ പാടില്ല. മുജാഹിദിന്റെ മുഖപത്രം അൽമനാർ പറഞ്ഞത് അങ്ങനെ. പഴയ തൗഹീദ് അങ്ങനെയാണ് സഹോദരന്മാരെ. എന്നാലോ പുതിയ തൗഹീദ് മാറ്റി. പുതിയ തൗഹീദിൽ അവർക്ക് എന്താ? തൗഹീദിന്റെ മൊത്തക്കുത്തക അവകാശപ്പെടുന്ന ആളുകൾ പ്രമാണങ്ങൾക്ക് അവർക്കുള്ള വിവരമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നിട്ട് ഇയാൾ പറയുന്നു, എന്നെ സലാം സുല്ലമി പഠിപ്പിച്ചതായിരുന്നു ഈ കാര്യങ്ങൾ. ആ സലാം സുല്ലമി പഠിപ്പിച്ചതനുസരിച്ച് ഞാൻ ഇതുവരെയും പ്രസംഗിച്ച് നടന്നിരുന്നത്. കേട്ടോളൂ നിങ്ങൾ, അയാൾ പറയട്ടെ. പിന്നെ സുഹൃത്തുക്കളെ, നമ്മളൊക്കെ മുമ്പിൽ പറയും ഈ സലാസുല്ലമി ഞങ്ങളെ പഠിപ്പിച്ച എന്താ അറിയോ? മറഞ്ഞ മാർഗത്തിലൂടെ സഹായിക്കാൻ അള്ളാഹ്ക്ക് മാത്രമേ സഹായിക്കുള്ളൂ. അതുകൊണ്ട് സിഹർ മുഖേന നമ്മൾ സഹായിക്കുന്നു വിചാരിച്ചാൽ തെറ്റാവും. ഞാനൊക്കെ കുറെ കാലം വിശ്വസിച്ച് പ്രസംഗിച്ചിറങ്ങിയിരുന്നു. അള്ളാഹു എനിക്ക് കൊടുത്തു തരട്ടെ. ഞാനിപ്പോ പ്രാർത്ഥിക്കുക. തൗഹീദിലുള്ള വ്യതിയാനാണ്. മൂപ്പര് പ്രസംഗിച്ച് കുറെ ആൾക്കാരെ മുജാഹിദാക്കിയിട്ടുണ്ട്, കുറെ ആളുകൾ മരിച്ചുപോയി. അവരെ കുറിച്ച് മൂപ്പർക്ക് ഒരു ചിന്തയില്ല. മൂപ്പർക്ക് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. തൗഹീദിന് പോയ ഓൽക്കൊക്കെ അള്ളാഹു ഓലോടെ നരകത്ത് കടക്കും ചെയ്യട്ടെ എന്നാ മൂപ്പരുടെ പ്രാർത്ഥന. സഹോദരന്മാർ ചിന്തിക്കണം. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. വിശ്വാസ കാര്യങ്ങളിൽ വരെ മുജാഹിദുകൾക്ക് ഒരു പിടിപാടില്ല. വലിയ മൗലവിമാർ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കണ്ടതും കേട്ടതും അംഗീകരിക്കാൻ വലിയ മൗലവിമാർ അതിന് ചൊല്ലിക്കൊടുക്കുന്നു. അത് അണ്ണാക്ക് തൊടാതെ വിഴുങ്ങുന്നു കൊച്ചു മൗലവിമാർ. തൗഹീദിന്റെ കാര്യമാണിത്. നമ്മൾ ഫിഖ്ഹിന്റെ കാര്യത്തിൽ കർമ്മശാസ്ത്രപരമായി നിസ്കാരം നോമ്പും ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു അംഗീകരിച്ചാൽ അത് തെറ്റ്. ഇവർ തൗഹീദിന്റെ കാര്യത്തിൽ വരെ വലിയ മൗലവി നടത്തുന്ന ദുർവ്യാഖ്യാനം അംഗീകരിച്ചുകൊണ്ടാണ് ജീവിച്ചത്. ഇവരാണ് എന്നിട്ട് നമ്മളോട് തഖ്ലീദിനെതിരിൽ പ്രസംഗിക്കുന്നത്. ഇമാമുകൾ അംഗീകരിക്കാൻ പാടില്ല എന്ന് പറയാൻ ഇയാൾക്ക് എന്ത് ഉളുപ്പുള്ളത് എന്ന് ഇയാൾ ചിന്തിക്കട്ടെ. കഴിഞ്ഞില്ല. അയാളെന്ന് പറയും ഞങ്ങളെ തൗഹീദ് പൊട്ടത്തരയിരുന്നു. കേട്ടോളൂ, പറയട്ടെ. ഇപ്പൊ എന്റെ 2 ഓഡിയോ CD വെക്കുന്നുണ്ട്. ഓഡിയോ കാസറ്റുകൾ CD കിട്ടിയിട്ടില്ല. ഒന്ന് 98 ഞാൻ പ്രസംഗിച്ചതാണ്. ഈ സുല്ലമിയുടെ ശിഷ്യനായി വളർന്നു വന്ന ഞാൻ അദ്ദേഹത്തിന്റെ സ്വാധീനത്താലുണ്ടായ ചില ആശയങ്ങൾ, സിഹർ ഫലിക്കൂല, സിഹർ ഫലിക്കുന്നു വിചാരിച്ച തലാഖദിനെതിരാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. പൊട്ടത്തരം ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. തൗഹീദ് പൊട്ടത്തരാണ്. കേട്ടില്ല? തൗഹീദ് പൊട്ടത്തരം, മണ്ടത്തരം, വിഡ്ഢിത്തരം. ഇതല്ലാതെ നിങ്ങളൊക്കെ എന്താ ഉള്ളത് അതിന്? അത് പറയും. ഈ മണ്ടത്തരം പൊട്ടത്തരം അല്ലാതെ വേറെ എന്ത് തൗഹീദ് നിങ്ങളെ പാളയത്തിലുള്ളത്? സഹോദരന്മാരെ, തൗഹീദിനെ കുറിച്ചായി പറയുന്നത് പൊട്ടത്തരാണ്, മണ്ടത്തരാണ്. ഇവരിൽ ഇനിയും വിശ്വസിച്ച് നിൽക്കുന്ന വല്ല മുജാഹിദും ഉണ്ടാവും. കഴിഞ്ഞില്ല. ഞാൻ ആ ഭാഗം നീട്ടുന്നില്ല, ഒരുപാട് പറയാറുണ്ട്. എന്റെ ലക്ഷ്യം അതല്ല. ഇവിടെ തൗഹീദിൽ വരെ ഇവിടെ പ്രമാണങ്ങളുടെ അവസ്ഥ ഇതാ. ഇനി നോക്ക്, പഴയ കാലത്ത് തൗഹീദ് എന്തായിരുന്നു അറിയോ? കണ്ണേറ് ഫലിക്കുകയില്ല എന്നായിരുന്നു പഴയ തൗഹീദ്. മുജാഹിദിന്റെ മടവൂർ ഗ്രൂപ്പിന്റെ നേതാവ് അലി മദനി പറയട്ടെ, വെച്ചുകൊടുക്കും. കണ്ണേറ് ഫലിക്കുകയില്ല എന്നതാണ് വസ്തുത. കണ്ണേറ് ഫലിക്കുകയില്ല എന്നതാണ് വസ്തുത. കണ്ണേറ് ഫലിക്കൂല എന്നുള്ളതാണ് വസ്തുത എന്നാണ് മുജാഹിദിന്റെ പഴയ സിദ്ധാന്തമായി അലി മൗലവി പറയുന്നത്. സക്കരിയ സലാഹിൻ തന്നെ അതന്നെ പറയുന്നു, കണ്ണേറ് ഫലിക്കൂല എന്ന് പറഞ്ഞ മൂപ്പര് സൈനബാന്റെ ഒരു കുമ്പളങ്ങന്റെ കഥയും പറഞ്ഞ് പറയുന്നത് കേട്ടോളൂ. ഒന്ന് വിശദീകരിക്കട്ടെ അയാൾ.
പിന്നെ കണ്ണീർ അല്ലേ, നമ്മുടെ വീട്ടിന്റെ പെരപ്പുറത്ത് ഒരു 5-6 കുമ്പളങ്ങ അല്ലെങ്കിൽ 5-6 വെള്ളരി അല്ല 5-6 മത്തൻ നിൽക്കുന്നത് കണ്ടു. അങ്ങനെ ഒരു അമൂട്ടിയാക്കയിൽ എങ്ങനെയാണ് പോകുമ്പോ എന്താ സൈനബാന്റെ കുമ്പളങ്ങയൊക്കെ ഉഷാറായിട്ടുണ്ടല്ലോ, സൈനബാന്റെ കുമ്പളങ്ങ നല്ല ഉഷാറായിട്ടുണ്ടല്ലോ എന്നാ മൂപ്പര് പറഞ്ഞത്. എന്താണെന്നാവും എന്താ സൈനബാന്റെ കുമ്പളങ്ങയൊക്കെ ഉഷാറായിട്ടുണ്ടല്ലോ. അമൂട്ടിയാക്ക അവിടെ തന്നെ പോയി. കുറച്ച് കഴിഞ്ഞപ്പോ 1 വീണ് 2 വീണ് ആകെ മൊത്തം മുഴുവൻ പോയി. ആ മനുഷ്യന്റെ ഒരു നാവ്. എന്നിട്ട് പിന്നെ നാട്ടിലാകെ പാട്ടായി അമൂട്ടിയാക്ക ഏതെങ്കിലും വരുന്നുണ്ടെങ്കിൽ നോക്കിക്കോളുണ്ട്. അതാണ് എന്തെങ്കിലുമൊക്കെ ഉണ്ടായാൽ നമ്മളെ ആളുകൾ അപ്പൊ എന്തെങ്കിലുമൊക്കെ ഇട്ട് മറച്ചു വെക്കും. എന്തെങ്കിലും മത്തനുണ്ടായ അതിന്റെ മുകളിൽ പട്ടയും പാളയൊക്കെ കൊണ്ടുവന്ന് വെക്കും. എന്തിനാ? കണ്ടാ വല്ലോനും പറഞ്ഞളയും. അപ്പൊ നാവേറ് തട്ടും. നാവ് കൊണ്ടുള്ള ഏറ്, കല്ലുകൊണ്ടുള്ള ഏറും വാളുകൊണ്ടുള്ള ഏറും ഒക്കെ കേട്ടിട്ടുണ്ട്. നാവ് കൊണ്ടുള്ള ഏറുണ്ട്, നാവേറ്. പിന്നെ കണ്ണുകൊണ്ടുള്ള ഏറുണ്ട്, അതാണ് കണ്ണേറ്. ഇങ്ങനെ യഥാർത്ഥത്തിൽ അവിടെ നമ്മൾ ഹൈറും ഷെറും അള്ളാഹുവാണ് ചെയ്യുന്നത് എന്നുള്ള വിശ്വാസത്തിന് കടകവിരുദ്ധമാണ്. കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായിട്ട് നന്മയും തിന്മയും വരുത്താൻ പടച്ചവനെ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. ഒരാളൊന്ന് നോക്കിയത് കൊണ്ടോ ഒരാളൊന്ന് എന്തെങ്കിലും പറഞ്ഞത് കൊണ്ടോ നമ്മുടെ സാധനത്തിന് ഒരു ദോഷം വരില്ല. ഒരാളൊന്ന് നോക്കിയത് കൊണ്ടോ ഒരാളൊന്ന് എന്തെങ്കിലും പറഞ്ഞത് കൊണ്ടോ നമ്മുടെ സാധനത്തിന് ഒരു ദോഷം വരില്ല. അതാ കണ്ണേറ്. അപ്പൊ കണ്ണേറ് ഫലിക്കൂല. പഴയ തൗഹീദ. ഈ മുജിത്തൈദികളെ തൗഹീദ് മാറുകയാണ്. 2007 ആയപ്പോഴേക്ക് തൗഹീദ് മാറി. ISMന്റെ ഇവരുടെ ഗ്രൂപ്പിന്റെ സംസ്ഥാന നേതാവ് ഷംസുദ്ദീൻ മൗലവി പൊട്ടമുറി എന്ന് പറയുന്ന ഒരു പൊട്ടമുറി, ആ പേര് നാടിന്റെ യഥാർത്ഥ പേരാ. പക്ഷെ അതാൾ പറയാറില്ല. അയാൾ പറയൽ പാലത്ത് എന്നാ. ഷംസുദ്ദീൻ മൗലവി പാലത്ത്. അയാൾ യഥാർത്ഥ നാല് പൊട്ടമുറിയാ. ഞാൻ അവിടെ പോയി പ്രസംഗിച്ചത്, അതുകൊണ്ടാണ് എനിക്ക് പഠിച്ചത്. അങ്ങനെ പറഞ്ഞതാ. ഏതാവട്ടെ, ഷംസുദ്ദീൻ മൗലവി പാലത്ത് അയാൾ പ്രസംഗിക്കുന്നത് കേട്ടോളൂ നിങ്ങൾ. കണ്ണേറ് ഫലിക്കും. പുതിയ തൗഹീദ് മാറുകയാണ്. ഇമാം ഷാഫിനെ കളവുവാക്കുന്ന, ഇമാം ഷാഫിനെ കൊച്ചാക്കുന്ന, ഇമാം ഷാഫിക്ക് അബദ്ധം പറ്റി, മദ്ഹബിന്റെ ഇമാമുകൾക്ക് അബദ്ധം പറ്റി എന്ന് പറയുന്ന ആളുകളുടെ തൗഹീദ് ഈമാനിലാണ് ഈ അബദ്ധം പറ്റുന്നത്. നിങ്ങൾ ചിന്തിക്കണം. ഇവർക്കൊക്കെ ഷാഫി ഇമാമിന്റെ പേര് പറയാൻ വല്ല യോഗ്യതയുള്ളൂ? ഷാഫി ഇമാം ചവിട്ടിയ കാലിലിട്ട ചെരുപ്പിന്റെ ചുവട്ടിലുള്ള മണ്ണ് തൊടാൻ വരെ അവകാശം വഹാബി പാളയത്തിൽ ആർക്കെങ്കിലും ഉണ്ടോ? ആർക്കില്ല. കേട്ടോളൂ, പറയട്ടെ. കണ്ണേറ് സത്യമാണ്. അസൂയക്കാരന്റെ കണ്ണേറിൽ നിന്നും കണ്ണേറ് ഇന്നലായിന ഹക്കുൻ, കണ്ണേറ് സത്യമാണ്. പക്ഷെ കണ്ണേറിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഒരു പേക്കോലുണ്ടാക്കിയൊക്കെ അല്ല വേണ്ടത്. അത് ഹറാമായ ചികിത്സ. പടച്ചോൻ പഠിപ്പിച്ച ചികിത്സ എന്നാണ് പഠിപ്പിച്ച, അത് ചില്ല വേണ്ടത്. പേക്കോലുണ്ടാക്കി വെക്കല്ല, പടച്ചോനും റസൂലും പഠിപ്പിച്ച മന്ത്രം നടത്തുക വേണ്ടത്. എങ്ങനെയുണ്ട്? മുജാഹിദിന്റെ തൗഹീദ് മറിയുകയാണ്. ഓ പ്രമാണവാദികളെ, ഷാഫി ഇമാമിനെ തള്ളുന്നവരെ, മദ്ഹബിന്റെ ഇമാമുകളെ കൊച്ചാക്കുന്നവരെ, നിങ്ങൾക്കൊക്കെ അവരുടെ നാമം ഉച്ചരിക്കാൻ വരെ അർഹതയുണ്ടോ? ഇതാ ഇവരുടെ തൗഹീദിന്റെ കാര്യം. ഇനി നോക്ക്, തൗഹീദിലെ ഒരു മർമ്മപ്രധാനമായ വിഷയമാണ് ഇൽമുൽ ഗൈബ്, അദൃശ്യമറിയുക എന്നത്. മുജാഹിദിന്റെ പഴയകാല സിദ്ധാന്തമെല്ലാം അല്ലാഹു അല്ലാതെ ആകാശഭൂമികളിലെ ഗൈബ് അറിയുകയില്ല. അതുകൊണ്ട് മുഹ്യിദ്ദീൻ ഷെയ്ഖ് ഗൈബ് അറിയുന്നു വെച്ചാൽ റസൂലുള്ളാഹിക്ക് അദൃശ്യം അറിയുന്നു വിശ്വസിച്ച മുശ്രിക് കാഫിർ. പഴയ തൗഹീദ്. അബ്ദുസ്സലാം സുല്ലമി പറയുന്ന തൗഹീദ് കേട്ടോളൂ. ആള് പറയട്ടെ. തൗഹീദിൽ ഏറ്റവും പ്രധാനപ്പെട്ട എന്താണെന്നറിയാം നിങ്ങൾ? മറഞ്ഞ കാര്യം പഠിച്ചവന് മാത്രമേ അറിയുള്ളൂ. അല്ലാഹു സൂറത്ത് നഹ്ൽ 65 അല്ലാഹു പറയാ, ആകാശത്തുള്ളവരാവട്ടെ, മലക്ക് വെട്ടി, ജിന്ന് വെട്ട്, ഒക്കെ പെട്ട്, മുസ്ലിം ജിന്ന് പെട്ടോട്ടെ, അല്ലാഹു ഭൂമിയിലുള്ളവരാവട്ടെ, നബിമാര് പെട്ട്, തങ്ങന്മാര് പെട്ട്, ജ്യോത്സ്യന്മാര് പെട്ട്, സായിബാ പെട്ട്, അമ്മ പെട്ട്, സിദ്ധന്മാരെല്ലാം പെട്ട്, ആർക്കും മറിഞ്ഞ കാര്യം അറിയില്ല. ഇല്ലല്ലാ, അള്ളാഹ്ക്കല്ലാതെ. ഇതാ നമ്മൾ വിശ്വസിച്ചത്. ഇനി അള്ളാഹ് പറഞ്ഞു, പക്ഷേ അദൃശ്യം അറിയാൻ അപ്പോ അള്ളാഹുവിന് മാത്രമേ ഗൈബ് അറിയുകയുള്ളൂ, വേറൊരാൾക്കും അറിയില്ല. പഴയ തൗഹീദാണത്. എന്നാ ഇപ്പൊ തൗഹീദ് എവിടെ എത്തിയതറിയോ? മുജാഹിദിന്റെ സംസ്ഥാന നേതാവ് ഹാരിസ് ഇബ്നു സലീം പറയുന്നത് കേട്ടോളൂ. അയാൾ പറയുന്നത് ജിന്നുകൾക്കൊക്കെ അദൃശ്യം അറിയും എന്നാണ്. തൗഹീദ് മാറുകയാണേ. പല പ്രമാണത്തിന്റെ വിവരത്തിന്റെ ഊക്കാണ് ഈ കേൾക്കുന്നത്. കേട്ടോളൂ നിങ്ങൾ. അയാൾ പറയട്ടെ. അടുത്ത് വിവാഹം കഴിഞ്ഞ 2 ആൾക്കാർ തമ്മിൽ പ്രശ്നം ഉണ്ടായപ്പോ ഓരോ കാര്യത്തിൽ സംസാരിച്ചപ്പോ നമ്മൾ വെറുതെ ചോദിച്ചു, നിങ്ങൾ ആരെത്തേലും പോയിനോന്ന് ചോദിച്ചു. ഞങ്ങൾ അങ്ങനത്തെ വിശ്വാസക്കാരെന്നല്ല, പക്ഷെ ഇവിടെ ഉമ്മാന്റെ ഉമ്മണ്ട് വല്യമ്മ, ഒരു പഴയ ആൾക്കാരല്ലേ, ഒരു പോയിന്നു എന്നാണ്. 2 പോയിട്ട് പറഞ്ഞു എന്നാണ്. ചെന്നപ്പോഴൊക്കെ തന്നെ പറഞ്ഞു, നിങ്ങൾ അവളെ പേരുണ്ടോ, ഓളെ കാര്യത്തിൽ നിങ്ങൾ വന്നത് നേരാകാൻ ബുദ്ധിമുട്ടാണ്. ആ ഇളയച്ചേള തന്നെയാണ് എൻ്റെ എല്ലാ പ്രശ്നവും. ഇളയച്ചേളാണ്, ഓലാണ് എൻ്റെ എല്ലാ പ്രശ്നം. ഓലത് അങ്ങോട്ട് ഒഴിവാക്കി കിട്ടിയിട്ട് ഒരു സമാധാനമാവുള്ളൂ. ഓല അതിന് വേണ്ടിയിട്ട് എല്ലാ പണിയെടുക്കും. ആ കുട്ടികളെ പേരിങ്ങനെ പറയണേ, ഏത് അവിടെയുള്ള ഇളയച്ചയുടെ പേരിങ്ങനെ പറയാണ്. അപ്പൊ പറയുമ്പോൾ എന്താ പോലും വിചാരിക്കുക, വിശ്വസിക്കാതെക്കാൻ പറ്റുമോ?
എങ്ങനെ പോയി നടക്കണത്? നമ്മോട് പറഞ്ഞാൽ നമ്മൾ എന്താ പറയാ, അതെന്താ അന്ധവിശ്വാസം ഒരിക്കലും ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഒരു അയലോക്കത്ത് ആരെങ്കിലും ഫോൺ ചെയ്ത് പറഞ്ഞിട്ടുണ്ടാവും. അല്ലാതെ എങ്ങനെ പോയി പറയാൻ കഴിയുള്ളൂ? മറിഞ്ഞ കാര്യം അള്ളാഹ്ക്ക് ആരെയുള്ളൂ നമ്മൾ വിശ്വസിക്കും അല്ലേ? വിവരം കിട്ടിയാലേ അവർക്ക് പറയാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ പറയാൻ പറ്റില്ല. വിവരം അറിയിച്ചു കൊടുക്കുന്ന ആരാണ്? ഈ ജിന്നുകളാണ്. ഈ വിവരമൊക്കെ അറിയിച്ചു കൊടുക്കുന്നത് ജിന്നുകളാണ്. അപ്പൊ ജിന്നുകൾക്ക് അദൃശ്യം അറിയുന്നു. കുട്ടിയകത്തുള്ള വസ്തുവിനെ പോലെ കാണാ ഞാൻ നിങ്ങളെ കൽഭാഗമെന്നോവർ. മുഹ്യിദ്ദീൻ ശൈഖിനെ കുറിച്ച് മുഹ്യിദ്ദീന്മാരിൽ പറയുന്നു അത് ശിർക്കാണ്, കുഫറാണ്, ബിദ്അത്ത. ആ ജിന്നുകൾക്ക് അദൃശ്യം അറിയുന്നു എന്ന് പറഞ്ഞ തൗഹീദാ. സഹോദരന്മാരെ, ആ ജിന്നുകളെക്കാളും ഏതായാലും മഹാത്മാവാണല്ലോ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഔലിയാക്കളുടെ നേതാവല്ലേ ഖുതുബുൽ അഖ്താബ് ശൈഖ് മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. അവർക്ക് ഏതായാലും അറിയുന്ന ഉറപ്പല്ലേ? മുജാഹിദിന്റെ തൗഹീദ് മാറിക്കൊണ്ടിരിക്കുന്നു. അറിയോ നിങ്ങൾ? ഏതെടുത്ത് പരിശോധിച്ചോളൂ. എന്നിട്ടോ പഴയ കാലത്ത് മുജാഹിദുകളുടെ വിശ്വാസം എന്താ? ജിന്നുകൾ മനുഷ്യരിൽ കയറുക എന്നൊക്കെ പറഞ്ഞാൽ അതെന്തായിരുന്നു? അത് വലിയ മാനസിക രോഗമാണ് എന്ന പഴയ കാലത്ത്. എന്റെ കയ്യിൽ പുസ്തകമുണ്ട് മുജാഹിദിന്റെ, അതിൽ പറഞ്ഞിരുന്നു ജിന്ന് കയറുക എന്നൊക്കെ പറഞ്ഞാൽ അത് വല്ലാത്തൊരു ഒരു വിഷമായിട്ടേ കരുതിയിരുന്നത്. മുജാഹിദിന്റെ വിശ്വാസം അങ്ങനെയായിരുന്നു. ഇപ്പൊ പറയുന്നത് ജിന്നുകൾ മനുഷ്യനെ സഹായിക്കും, ജിന്നുകൾ മനുഷ്യ ശരീരത്തിൽ കയറി പറ്റുന്ന. നിങ്ങൾ കേട്ടോളൂ, ഇവരുടെ നേതാവ് ശംസുദ്ദീൻ ബാലത്ത് പറയുന്നത് നല്ല ജിന്നുകൾ മനുഷ്യനെ സഹായിച്ചു കൊണ്ടിരിക്കും എന്നാണ്. ഇയാൾ പറയുന്നു നല്ല മനുഷ്യരെ സഹായിക്കും. ആര് പറയുന്നത്? ശംസുദ്ദീൻ ബാലത്ത്. ഞാൻ അതിന്റെ ക്ലിപ്പ് നമ്മൾ പലപ്പോഴും കേട്ടതാ. അപ്പൊ സക്കരിയ പറയാ എന്താ? ജിന്നുകൾ മാത്രമല്ല ശംസു, ശൈത്താന്മാരും സഹായിക്കും. ജർമ്മനിയിലുള്ള മരുന്ന് പെട്ടെന്ന് അരമണിക്കൂർ കൊണ്ട് ഇവിടെ ഇന്ത്യയിൽ കേരളത്തിൽ എത്തിക്കാൻ കഴിയുന്ന പറഞ്ഞു. അങ്ങനെയുള്ള പിശാചുക്കളുണ്ട്. പിശാചിനെയും ജിന്നുകളെയും പറ്റി അറിയുന്നവർക്കല്ലേ ഇപ്പൊ അതൊക്കെ അറിയുള്ളൂ. നമ്മക്കിപ്പോ അറിയില്ലല്ലോ. നമുക്കൊരു കാര്യം ഉറപ്പാ, റസൂല് സഹായിക്കും, അമ്പിയാക്കൾ ഔലിയാക്കൾ സഹായിക്കും, നമുക്കറിയാം. ജിന്ന് സഹായിക്കുന്നു ശംസുദ്ദീൻ പറഞ്ഞപ്പോ അല്ല ശൈത്താനും സഹായിക്കുന്ന ആര് പറയുന്നത്? സക്കരിയ പറയുന്നത്. കാരണം രണ്ടാൾക്കും ഇതിനെ പറ്റി അറിയും, അതുകൊണ്ടാണ്, കുറ്റപ്പെടുത്തല്ല. അത് പറയുമ്പോ അബ്ദുസലാസുല്ലമി വെല്ലുവിളിക്കുക, ഇത് ജർമ്മനിയിൽ നിന്ന് മരുന്നൊന്നും കൊണ്ടുവരണ്ട, എന്റെ റൂമിലുണ്ട് എന്റെ ഒരു ഷെഡി, ആ ഷെഡി ഒന്ന് ജിന്നിനെ കൊടുത്തിട്ട് പുറത്തേക്ക് ഇടിക്കാൻ കഴിയുമോ? പറ വെല്ലുവിളി ഒന്ന് കേട്ടോളൂ നിങ്ങൾ. ആ അബ്ദുസലാസുല്ലമിന്റെ വെല്ലുവിളി വെച്ചോളൂ. എന്റെ റൂമിൽ ഒരു ഷെഡി എടുത്ത് പുറത്ത് കുടിച്ചോ പിശാചിനെ കുടിച്ചിട്ട് മൂപ്പറ തൗഹീദ ഷെഡി കൂടെ അങ്ങോട്ട് പുറത്തേക്ക് ചാടിയ തൗഹീദ് നോക്കിങ്ങള് പുതിയ തൗഹീദാ. ഇതിന്റെ മറുപടി അപ്പൊ ഇയാൾ പറയാ, മുജാഹിദിന്റെ മൗലവി ഗ്രൂപ്പ് പറയുന്നത് പുതിയ തൗഹീദ് അനുസരിച്ച് മനുഷ്യരിൽ ജിന്നുകൾ ഹാദിറാകും എന്നാണ്. ഭയങ്കരമായ സംഗതി. മനുഷ്യന്മാരെ കൂടുതൽ ജിന്നിന് ഹാദിറായിട്ട് എന്തൊക്കെയോ ഞാനല്ലാത്തതായി ആള് മാറുന്നു. പഴയ കാലത്ത് പറഞ്ഞതോ അത് അന്ധവിശ്വാസമാണ്. ഇപ്പൊ പറയുന്നതോ അന്ന് സുന്നി പണ്ഡിതന്മാർ പറഞ്ഞു അങ്ങനെ ഉണ്ടാവും. അപ്പൊ ജിന്നുകൾക്ക് ഷെറ് തേടാൻ മന്ത്രം വേണമെന്ന് പറഞ്ഞപ്പോ അന്ധവിശ്വാസം, ഷിർക്ക്, കുഫ്ർ എന്ന് പറഞ്ഞ വർഗം ഇപ്പൊ തൗഹീദ് മാറ്റിമറിച്ചിട്ട് പറയുന്നു എന്താ? അല്ലല്ല, മനുഷ്യരിൽ ജിന്നുകൾ ഹാദിറാകും. ശംസുദ്ദീൻ ബാലത്ത് പറയുന്നത് കേട്ടോളൂ നിങ്ങൾ. രണ്ടാമത്തെ ഒരു തരത്തിലുള്ള പ്രവർത്തനം ഹാദറാവാൻ തന്നെ നമ്മുടെ ഉള്ളിൽ ശൈത്താനോട് വരും. എന്നിട്ട് നമ്മളല്ലാത്ത ഒരാളായിട്ട് നമ്മളാണ് മാറും. ചിലപ്പോൾ നമുക്ക് പരിചയമുള്ള ഏതോ ഒരു വ്യക്തിയുടെ രൂപത്തിലായിരിക്കും, ചിലപ്പോൾ നമുക്ക് പരിചയം ഇല്ലാത്തൊരു വ്യക്തിയുടെ രൂപത്തിലായിരിക്കും, ചിലപ്പോൾ മരിച്ചുപോയ ആളുടെ രൂപത്തിലായിരിക്കും, ചിലപ്പോൾ ജീവിച്ചിരിപ്പുള്ള വിദേശത്തുള്ള ഒരാളുടെ രൂപത്തിലായിരിക്കും, ചിലപ്പോൾ വേറെ ഏതെങ്കിലും ഒരു പ്രത്യേകമായ ഹാവഭാവങ്ങളിലായിരിക്കും. അങ്ങനെ ജിന്നുകൾ മനുഷ്യരിൽ ഹാദിറാകുന്നു. അതല്ലേ, ജിന്നുകൾ മനുഷ്യരിൽ ഹാദിറാകും എന്നാ ഇപ്പൊ ഇയാള് പറയുന്നത്. സഹോദരന്മാരെ, മൗലവിമാര് ചില ആൾക്കാരെ പ്രസംഗം കേട്ടപ്പോ എനിക്കും തോന്നി ജിന്നുകൾ മനുഷ്യരിൽ ഹാദിറാകുന്നുണ്ട്. ഇത് ശരി തന്നെയാണ് പോലും പറഞ്ഞത്. കാരണം വല്ലാതെ മൗലവിമാരെ ഇത് വല്ലാതെ പിടികൂടുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം. കെ വി അബ്ദുൽ ലത്തീഫ് മൗലവി, അതുപോലെ തന്നെ ഹുസൈൻ സലഫി പോലത്തെ ആളുകളുടെ മേത്ത് ജിന്ന് കയറിയിട്ടായിരിക്കണം. അല്ലാതെ അപ്പൊ അങ്ങനെ പറയാൻ പറ്റില്ല. ഒന്ന് വെച്ചു കൊടുത്താൽ അയാളൊന്ന് പറഞ്ഞു കൊടുത്താൽ ഹുസൈൻ സലഫിയുടെ മേത്ത് ജിന്ന് കയറിയത് ഒന്ന് ആദ്യം വെച്ചു കൊടുക്കും. അത് വേറൊരു ജിന്ന, ഒരു വയസ്സായ ജിന്നാണ്, സ്ത്രീയുടെ ജിന്നാണ് മേക്കെട്ട് കയറിയിട്ടുള്ളത്. ഇനി കെ വി അബ്ദുൽ ലത്തീഫ് മൗലവിക്ക് ജിന്ന് കയറിയിട്ടുണ്ട്. കണ്ടോളി. വെച്ചു കൊടുക്കാം.
ഞാൻ മുജാഹിദാണ്. ചില ആൾക്കാർ നിങ്ങളെ വലിയ മുജാഹിദല്ലേ, മൂപ്പര് കണ്ടില്ലേ, വെള്ളമടിച്ചു തരാം മുജാഹിദായിട്ട് ഖുർആൻ സുന്നത്ത് അനുസരിച്ച് അടിച്ച് കസിയാണ്. അതുകൊണ്ട് തന്നെ ഈ കാരണം നേരത്തെ നമ്മളെ ബുക്കിൽ പറഞ്ഞ മദ്യം കുറേശ്ശേ പറ്റുള്ളൂ, കൂടുതൽ പറ്റൂല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. നല്ല ബന്ധം കേൾക്കുന്നുണ്ട്. പറയട്ടെ. ഓ സയ്യിദുൽ ഖതീബ് വലൽ മിംബർ ലോ തകല്ലം മിൻ അഹദികും വമൻ തകല്ലമ ഫഖദ് ലഗാ. അങ്ങയിലെ വീരാരാജന്റെ പൂത്ത് അകരണ മാതിരി ഉണ്ട് ഇയാൾ ആഗ്രഹിച്ച. ഇതെന്താ ആ ജാതി ജിന്ന ഇയാളെ മേത്ത് കയറിയത് എന്താ കാട്ടുക? അത് പറഞ്ഞിട്ടില്ല. ലോലത്തുകല്ലെന്ന് ആഹദിക്കുന്നു. ഫായിലിന് ചെറു എന്ത് ഫായില് എന്ത് ചെറു തീരും ഫായിൽ തീരെങ്കിൽ പിന്നെ മുജാഹിദാണ്. ഇത് ഇയാളെ ഈ വേറെ ജിന്നെ കൂടി ആൾക്കാരുടെ കാരണം വെച്ചു കൊടുക്കും. മറ്റോ വന്നിട്ട് ചൂടുള്ള ചായുള്ള ജിന്ന മൂപ്പറെ മേത്ത് കയറിയത് വേറെ സ്ഥലത്ത് ജിന്ന് കയറിയിട്ടേ കേട്ട് പറയട്ടെ. ആളൊന്നുകൂടി പറയട്ടെ. വേറെ കുൽഫി അറിയാ എടാ ആളങ്ങനെ കാണുമ്പോ ചിലര് നിങ്ങളിപ്പോ അവിടെ നിങ്ങളവിടെ ഒരു പ്രത്യേക തരം ചിഹ്നം മുണ്ടാൻ വയ്യാത്ത ചിഹ്നമാണ് അയാളെ മേത്ത് കയറിയിട്ടുണ്ട്. കേട്ടോളൂ ജി പറയട്ടെ. ആള് വേറൊരു ചിഹ്നം എവിടെ നിർത്തേണ്ടത് ഒരു പിടുത്തം വിട്ടുകളെ. അതാ ഞാൻ പറ ആകെ പിടുത്തം വിട്ട ജിന്ന് കയറിയിട്ട് ഈ ജാതി ജിന്നുകളാണ് ഇപ്പൊ പല മേത്ത് കയറിയിട്ടുണ്ട്. അതങ്ങനെ പറയുകയാണെങ്കിൽ കുറെ ഉണ്ട്. ഞാൻ ഇപ്പൊ സമയമില്ല. അതൊക്കെ ഇനി വേണ്ടി വരും ഇൻഷാല്ലാ. അപ്പൊ ഞാൻ ഒരുങ്ങി വരേണ്ടത്. ഇപ്പൊ നേരത്തെ പറഞ്ഞ മാതിരി സമയം 11 മണിയായി. അപ്പൊ അതുകൊണ്ട് ഇനി നിർത്തുക. നമുക്ക് അതിന്റെ എല്ലാ സംഗതിന്റെ ഒക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ ഒന്നിങ്ങനെ തല മുതൽ ശരിക്കും എഡിറ്റ് ചെയ്ത് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് നന്നായി നോക്കാം. അപ്പൊ ഞാൻ പറയുന്നത് പഴയകാല മുജാഹിദുകൾ അവരുടെ തൗഹീദിന്റെ അവസ്ഥ നിങ്ങൾക്കറിയുമോ സഹോദരന്മാരെ? നിങ്ങൾ നോക്ക്, ഇതിനെ കുറിച്ചൊക്കെ മുജാഹിദിന്റെ തൗഹീദിനെ കുറിച്ച് ഞാൻ അവസാനിപ്പിക്കുന്നു. CP ഉമർ സുല്ലമി മുജാഹിദിന്റെ മറ്റേ ഗ്രൂപ്പിന്റെ സംസ്ഥാന പ്രസിഡന്റാ. മൂപ്പര് പറയാ ഈ മൗലവിമാരൊക്കെ പോകുന്നത് ഇവരൊക്കെ ശിർക്കിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കൂടെ കിടക്കുന്നവർക്കുള്ള ഒരു ആപ്പരി അറിയാം. അതുകൊണ്ട് ഇവർ പറയുന്നു സക്കരിയയും ടീമും ഒന്നിച്ച് ശിർക്കിലേക്ക് മുഖം കുത്തുകയാണ്. മക്കാ മുശ്രിക്കുകളുടെ അതേ പരിപാടിയാണ് ഇവർക്കുള്ളത്. അന്ധവിശ്വാസം മനുഷ്യൻ എവിടേക്കാണ് എത്തിക്കുന്നത്? ഇതിനെല്ലാം വിശദമായി വിമർശിച്ചുകൊണ്ട് നമ്മൾ ഈ മന്ത്രവാദത്തെയും ഈ ജിന്നുബാധ ഇറക്കുന്നതിനെയും ശൈത്താബാധ ഇറക്കുന്നതിനെയും എതിർത്ത് സംസാരിച്ചവരാണ് കേരളത്തിലെ ഇസ്ലാഹി പ്രസ്ഥാനക്കാർ. പക്ഷേ ഇപ്പോൾ അത്തരം ഈ ഇസ്ലാഹി പ്രസ്ഥാനത്തിൽപ്പെട്ട മൗലവിമാർ തന്നെ ജിന്നുബാധ ഇറക്കാനും ശൈത്താബാധ ഇറക്കാനും പോകാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ എവിടേക്കാണ് നമ്മുടെ തൗഹീദ് പോകുന്നത്, എവിടേക്കാണ് ഈ പ്രസ്ഥാനം പോകുന്നതും തിരിച്ചറിവ് നമുക്കുണ്ടാവണം. കേട്ടില്ലെങ്കിൽ അത് പഴയ സ്വഭാവമാണ്. അന്ധവിശ്വാസത്തിലേക്ക് മുസ്ലിമീങ്ങളെ കൊണ്ടുപോകലാണ്. ഞാൻ എന്റെ കയ്യിൽ ക്ലിപ്പുകളുണ്ട്, ഞാൻ കിട്ടുന്നില്ല. എന്താ മുജാഹിദ് സക്കരിയയും കൂട്ടരുമുള്ള മുജാഹിദുകൾ ശിർക്കിൽ മുഖം കുത്തിപ്പോയിരിക്കുകയാണ്. മുജാഹിദ് വിശ്വാസം പുതിയ ഗവേഷണം കൊണ്ടുപോയി എവിടെ എത്തിയെന്ന് ചോദിച്ചാൽ സഹോദരന്മാരെ ശിർക്കിലേക്കാണ് ഇവർ ആളുകളെ നയിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാ പറയുന്നത്. ഞങ്ങൾ പറയുന്നതോ, ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു, ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ അത് പൂർവീകരുടെ പാരമ്പര്യമുള്ളതാണ്. സക്കരിയ സലാഹി ഇവിടെ വെച്ച് വീരവാദം മുഴക്കുന്നുണ്ട്. അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. എന്താണ് പറയുന്നത് അറിയോ? അള്ളാന്റെ ഖുർആന്, അള്ളാന്റെ റസൂലിന്റെ ഹദീസും ശരിയായ രൂപത്തിൽ ഒരാൾ പഠിക്കുകയാണെങ്കിൽ, ഒരു ആഫ്രിക്കൻ വനാന്തരത്തിൽ പോയി പഠിച്ചാൽ പോലും അയാള് ശരിയായ സലഫിയാകും. കേട്ടോളൂ, അയാൾ പറയുന്നത് കേട്ടോളൂ. അയാൾ അവകാശവാദം വെച്ചുകൊടുത്ത മുസ്ലിമീങ്ങൾ മനസ്സിലാക്കിയതുപോലെ നിഷ്പക്ഷമായി മനസ്സിലാക്കിയാൽ ഞങ്ങൾ കട്ടായമായി പറയുന്നു അയാൾ സെലഫിയായി മാറും. ഒരു സെലഫി പ്രവർത്തകരുമായും ബന്ധപ്പെടാതെ ആഫ്രിക്കയിലെ കൊടും കാട്ടിൽ പോയിരുന്നിട്ട് ഒരു സ്ഥാനത്ത് വെച്ച് അയാൾ പഠിച്ചുകൊണ്ടിരിക്കട്ടെ. ഖുർആനും ഹദീസും ശരിക്കും അറബി ഭാഷയൊക്കെ പഠിച്ച് സർവ്വശാലികൾ മനസ്സിലാക്കിയതുപോലെ പൂർവ്വകാലങ്ങളുടെ ഗ്രന്ഥങ്ങളിലൂടെ മനസ്സിലാക്കി അയാൾ തിരിച്ചു വന്നാൽ ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു അയാൾ 100% സെലഫിയാണ്. ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു അയാൾ 100% പോയിട്ട് 1% പോലും അയാൾ മുജാഹിദാവുകയില്ല. തീർച്ചയായും അയാൾ 100% സുന്നി മാത്രമേ ആവുകയുള്ളൂ. എന്താ കാരണം? പൂർവീകർ പഠിപ്പിച്ചതൊക്കെ ഞങ്ങൾ പറയുന്ന മാതിരിയാ. ഇവരീ പറയുന്ന ആശയങ്ങളുണ്ടല്ലോ, അതൊക്കെ ഈ മൗലവിമാരുടെ ദുർവ്യാഖ്യാനങ്ങൾ ഇല്ലാതെ ഒരാൾക്ക് അത് അംഗീകരിക്കാൻ കഴിയില്ല. വിശദീകരിക്കാൻ എനിക്ക് സമയമില്ല. പ്രിയപ്പെട്ട സഹോദരന്മാരെ,
പൂർവീക മഹാത്മാക്കൾ പഠിച്ചതുപോലെയാണോ ഇവിടെ ജീവിതം നയിക്കുന്നതെങ്കിൽ അത് സുന്നത്ത് ജമാഅത്തിന്റെ ആശയമേ ഉണ്ടാവൂ. നിങ്ങൾ നോക്ക്, പൂർവീകരായ പണ്ഡിതന്മാരാരെങ്കിലും ഖുതുബ അറബിയല്ലാത്ത ഭാഷയിൽ നിർവഹിച്ചത് കാണിച്ചു തരാൻ കഴിയുമോ? കഴിയില്ല. ഞാൻ പറയുകയല്ല, മുജാഹിദിന്റെ നേതാവ് KM മൗലവി എഴുതിയ ജുമുഅ ഖുതുബ എന്ന പുസ്തകത്തിൽ സലഫുസ് സാലിഹുകളുടെ മാതൃക അയാൾ വിശദീകരിക്കുന്നു. എങ്കിലും ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. എന്താണത്? സ്വഹാബികൾ, താബിഉകൾ, താബിഉകൾ എന്നീ സൽവൃത്തരായ മുൻഗാമികൾ സലഫുസ് സാലിഹുകൾ അവരാരും ഖുതുബ അറബിയല്ലാത്ത ഭാഷയിൽ നിർവഹിച്ചിട്ടില്ല. പറയുന്നത് ആരാ സക്കരിയ? നിന്റെ നേതാവ് KM മൗലവിയാണ്. കേരളത്തിൽ മുജാഹിദ് പ്രസ്ഥാനം ഉണ്ടാക്കിയ വ്യക്തിയാണ്. കേരള നദ്വത്തുൽ മുജാഹിദീൻ മുജാഹിദ് സെന്ററിൽ നിന്ന് പ്രസിദ്ധീകരിച്ച പുസ്തകമാണിത്. ഖുതുബയുടെ വിഷയം നിങ്ങൾ എടുത്തോളൂ. സലഫുസ് സാലിഹുകളുടെ പാരമ്പര്യം അങ്ങനെയാണ്. തറാവീഹ് പൂർവീകരായ സലഫുസ് സാലിഹുകളൊക്കെ 20 റക്അത്തല്ലാതെ നിർവഹിച്ചിട്ടില്ല. സുഖമില്ലാത്തവർ, പ്രത്യേക കാരണങ്ങളുള്ളവർ ചിലപ്പോ 19 അല്ല 18 20 18 16 അതിന് താഴെ 10 ഒക്കെ നിസ്കരിക്കും. അത് നമ്മളും പലപ്പോഴും നിസ്കരിക്കാറുണ്ട്. തറാവീഹിന്റെ എണ്ണം കാനൂ യഖൂമൂന അലാ അഹ്ദി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു 20 റക്അത്തൻ വൽ വിത്ർ. ഉമറുൽ ഫാറൂഖിന്റെ സാന്നിധ്യത്തിൽ മഹാനായ മഹാത്മാക്കളായ സ്വഹാബികൾ മദീനത്തെ പള്ളിയിൽ വെച്ച് പുനഃക്രമീകരണം നടത്തിയ തറാവീഹിൽ 20 റക്അത്തായിരുന്നു നിർവഹിച്ചിരുന്നത്. ശേഷം വിത്റും നിസ്കരിക്കുന്നു. മക്കയിലും മദീനയിലും ഇന്നും മസ്ജിദുൻ നബവിയിലും മസ്ജിദുൽ ഹറാമിലും റമദാനിൽ നിർവഹിക്കപ്പെടുന്നത് തറാവീഹ് 20 റക്അത്താണ്. സക്കരിയ, നിനക്കറിയില്ലെങ്കിൽ പഠിച്ചോ. പൂർവീകരായ സലഫുസ് സാലിഹുകളുടെ പാരമ്പര്യം അത് ഇന്നും അവിടെ നിലനിൽക്കുന്നു. കഴിഞ്ഞില്ല. വെള്ളിയാഴ്ച നിർവഹിക്കുന്ന ജുമുഅയുടെ 2 ബാങ്കുണ്ട്. മുജാഹിദ് KNM പ്രസിദ്ധീകരിച്ച പുസ്തകം എന്റെ കൈവശമുണ്ട്. അതിൽ പറയുന്നത് ആ ബാങ്ക് അനാചാരമാകുന്നു എന്നാണ്. മുജാഹിദിന്റെ പള്ളിയിൽ ഒരു ബാങ്കേ ഉള്ളൂ. സുന്നികളുടെ പള്ളിയിൽ, ലോക മുസ്ലിമീങ്ങളുടെ പള്ളിയിൽ 2 ബാങ്കുണ്ട്. വിനീതനായ ഞാൻ വിവിധങ്ങളായ രാജ്യങ്ങളിൽ സന്ദർശിക്കാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചു. UAE മാത്രമല്ല, ഇസ്ലാമിയയുടെ കീഴിൽ സയ്യിദ് ഇബ്രാഹിം ഖലീൽ ബുഖാരി തങ്ങളുടെ നേതൃത്വത്തിൽ ഞങ്ങൾ ഒരുപാട് രാജ്യങ്ങൾ സന്ദർശിച്ചു. സിറിയയിൽ പോയി, അതുപോലെ ജോർദാൻ പോയി, ഫലസ്തീൻ, ഇസ്രായേൽ, മിസ്ർ പോലത്തെ ഇസ്ലാമിക രാജ്യങ്ങളിലൊക്കെ പോയി നോക്കിയപ്പോൾ അവിടെയുള്ള പള്ളികളിലൊക്കെ വെള്ളിയാഴ്ച നിർവഹിക്കുന്നത് 2 ബാങ്കാകുന്നു. ഒരു ബാങ്ക് അനാചാരമാണ് എന്ന വാദം അവിടെയില്ല. തറാവീഹിന്റെ എണ്ണത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ 20 റക്അത്തല്ലാത്ത ഒരു വർത്തമാനം അവർക്ക് പറയാനില്ല. ഇസ്ലാമിക മക്ബറകൾ, മുസ്ലിമീങ്ങൾ ആദരിക്കുന്ന മക്ബറകൾ കേരളത്തിലുള്ളതിന്റെ 10 ഇരട്ടി കൂടുതൽ, അതിലേറെ ശക്തമായ രൂപത്തിൽ മക്ബറകൾ സംരക്ഷിക്കുന്നു മുസ്ലിമീങ്ങൾ. ഗവൺമെന്റ് അതിൽ ജാഗരൂകരാകുന്നു. വിശ്വാസി ലക്ഷങ്ങൾ മുഴുക്കയും ആ മക്ബറയെ ബഹുമാനിക്കുന്നു, അവിടെ വെച്ച് പ്രാർത്ഥിക്കുന്നു, അവരെ ആദരിക്കുന്നു, അവിടെ വെച്ച് തവസ്സുൽ ചെയ്യുന്നു, ഇസ്തിഗാഥ ചെയ്യുന്നു. പൂർവീക പാരമ്പര്യം സക്കരിയ മഹാത്മാക്കൾ പഠിപ്പിച്ചിട്ടുള്ളത് അങ്ങനെയാണ്. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസമാണ്. ചോദിച്ചോട്ടെ, ഞാൻ 1974 ജൂൺ 1 കുണ്ടുതോട് വ്യവസ്ഥ എന്റെ കയ്യിലുണ്ട്. മുജാഹിദുകളുടെ വാദപ്രതിവാദം സുന്നി പണ്ഡിതന്മാർ മഹാനായ മർഹൂം EK ഹസൻ മുസ്ലിയാർ നവ്വറല്ലാഹു ബർക്കഹു വറഫഅനാ ബിഹി ഫിദ്ദാറൈൻ മഹാനായ ശൈഖുനാ കാന്തപുരം ഉസ്താദും സുന്നി പക്ഷത്തിൽ നിന്ന് അണിനിരക്കുന്നു. മുജാഹിദ് പക്ഷത്തിൽ നിന്ന് ആ അന്നത്തെ നേതാവ് അലി അബ്ദുൾ റസാഖ് മദനിയും AP അബ്ദുൽ ഖാദർ മൗലവിയും അണിനിരന്നുകൊണ്ട് കുണ്ടുതോട് വ്യവസ്ഥ, വാദപ്രതിവാദത്തിന്റെ വ്യവസ്ഥ എഴുതുകയാണ്. ആ വ്യവസ്ഥയിൽ പറയുന്നത് എന്താണ്? സഹോദരന്മാരെ, ഒരുപാട് കാര്യങ്ങൾ ഞാൻ വിശദീകരിക്കുന്നില്ല. ആവശ്യമാകുമ്പോൾ ഞാൻ നന്നായി പിന്നീട് വിശദീകരിക്കും. അതിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. തവസ്സുലിനെ കുറിച്ചുള്ള വിഷയം വാദമായി എഴുതിയിട്ടുള്ളത് എന്താണെന്ന് അറിയാമോ? തവസ്സുൽ ചെയ്യുമ്പോ റസൂലുള്ളാഹിന്റെ ഹഖ് ജാഹ് ബറക്കത്ത് കൊണ്ട് എന്റെ രോഗം സുഖപ്പെടുത്തി തരണേ എന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ അല്ലാഹു തആല അത് ചെയ്തു തരാൻ നിർബന്ധിതനാകുമെന്ന വിശ്വാസം ഉണ്ടെങ്കിലേ അത് ശിർക്കാവുകയുള്ളൂ എന്നാണ് അന്നത്തെ മുജാഹിദുകൾ എഴുതി വെച്ചിട്ടുള്ളത്. സുന്നി പണ്ഡിതന്മാർ പറഞ്ഞു, ഇല്ല, ഞങ്ങൾക്ക് അങ്ങനെ ഒരു വാദമില്ലല്ലോ. അള്ളാഹുവിന്റെ റസൂലിന്റെ ഹക്ക് കൊണ്ട് പടച്ചവരെ നീ സുഖപ്പെടുത്തി തരണേ എന്ന് പറയുമ്പോ അത് പറഞ്ഞതുകൊണ്ട് അള്ളാഹു ചെയ്തു തരാൻ നിർബന്ധിതനാകും എന്ന് മുസ്ലിങ്ങൾ ആരും വിശ്വസിക്കുന്നില്ല എന്ന് അന്ന് 1970-കളിൽ സുന്നി പണ്ഡിതന്മാര് വ്യവസ്ഥ എഴുതിയപ്പോ മുജാഹിദുകളോട് പറഞ്ഞതാണ്. അന്നത്തെ മുജാഹിദുകളുടെ വാദം അതായിരുന്നു. ആ
തവസ്സുൽ എന്ന് പറയുന്നത് മൊത്തത്തിൽ ശിർക്കാണെന്ന് പറഞ്ഞുകൂടാ. അള്ളാഹു ചെയ്തു തരാൻ നിർബന്ധിതനാകുമെന്ന വിശ്വാസമുണ്ടെങ്കിലേ ശിർക്കാവുകയുള്ളൂ എന്നാണ് അന്നത്തെ മുജാഹിദുകൾ പറഞ്ഞിരുന്നതെങ്കിൽ, ഇപ്പോ 2007 8 ഇറക്കിയ പുസ്തകം അൽബനാറിന്റെ കയ്യിലുണ്ട്. വിശ്വാസ കാര്യങ്ങൾ എന്ന മുജാഹിദിന്റെ KNM പ്രസിദ്ധീകരിച്ച പുസ്തകം എടുത്ത് പരിശോധിച്ചോളൂ. തവസ്സുൽ ചെയ്യല് റസൂലുള്ളാഹിന്റെ ഹക്ക് കൊണ്ട്, റസൂലുള്ളാഹിന്റെ ബർക്കത്ത് കൊണ്ട് എന്റെ രോഗം സുഖപ്പെടുത്തി തരണേ എന്ന് പറഞ്ഞാൽ അത് വ്യക്തമായ ശിർക്കാകുന്നു. മുജാഹിദുകളെ, നിങ്ങളെ തൗഹീദ് നിങ്ങൾ പഠിക്കണം. ഞാൻ ചോദിച്ചോട്ടെ, ലോകത്ത് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹിന്റെ കാലശേഷം സ്വഹാബികൾ താബിഈകൾ തുടങ്ങി 14 നൂറ്റാണ്ട് കാലത്തെ പാരമ്പര്യം എടുത്തു പരതിയാൽ സക്കരിയ നിനക്ക് നിഷേധിക്കാൻ കഴിയുമോ? തവസ്സുൽ ചെയ്യാത്ത പണ്ഡിതന്മാരുണ്ടോ? ഇസ്തിഗാസ അനുവദനീയമാണെന്ന് പറയാത്ത പണ്ഡിതരുണ്ടോ? അവരൊക്കെ തശഫ്ഫുൽ ചെയ്യാത്തവരാണോ? അവരൊക്കെ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. സമയമില്ലാത്തത് കൊണ്ട് ഞാൻ പറയുന്നില്ല. എന്റെ കയ്യിൽ 100 കണക്കിന് ഇമാമികളുടെ ചരിത്രം എനിക്ക് പറയാൻ കഴിയും. അള്ളാന്റെ റസൂലിനെ വിളിച്ച് സഹായം ചോദിച്ചവരാണവർ. റസൂലുള്ളാഹിനെ തവസ്സുലാക്കി ചോദിച്ചവരാണവർ. കേരളത്തിലെ മുജാഹിദുകൾ 2000 ആയപ്പോൾ പറയുന്നത് അതൊക്കെ ശിർക്കാകുന്നു. 1970കളിൽ പറഞ്ഞതോ അത് ശിർക്കല്ല, അള്ളാഹു ചെയ്തു തരാൻ നിർബന്ധിതനാകുമെന്ന് വിശ്വസിച്ചാലേ ശിർക്കാവുകയുള്ളൂ. ഇപ്പോഴോ ശിർക്കാകുന്നു. എവിടെ നിന്ന് കിട്ടിയ സക്കരിയാനിലൊക്കെ പുതിയ ആയത്ത്? ശിർക്കാക്കാൻ എവിടെ നിന്നാണ് പുതിയ പ്രമാണം എത്തിയത്? എവിടെ നിന്നാണ് ജിബ്രീൽ വന്നത്? ആരിലേക്കാണ് ജിബ്രീൽ വന്നത്? വിശദീകരിക്കപ്പെടേണ്ടതുണ്ട്. ഇതൊന്നും അറിയാതെ, കഥയറിയാതെ ആടരുത് സക്കരിയ. പ്രമാണങ്ങൾ അറിയാതെ ഇമാമുകൾക്കെതിരിൽ തിരിയുന്നത് അത് കടുത്ത ദ്രോഹമാണ് സക്കരിയ. എനിക്ക് പറയാനുള്ളത് ഈ സന്ദർഭത്തിൽ അതാണ്. പൂർവകാല ഇമാമുകളുടെ പൂർവീക സലഫ് സാലിഹികൾ പഠിപ്പിച്ച ആ ഇസ്ലാം നമ്മൾ മനസ്സിലാക്കുന്നുവോ എങ്കിൽ യഥാർത്ഥ സുന്നിയല്ലാതെ ആവുകയില്ല. സഹോദരന്മാരെ, വിശദീകരിക്കുന്ന സമയമില്ലാത്തത് കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഇമാമുൽ ആലം അബൂ ഹനീഫത്തുൽ കൂഫി താബിഈയാണ്. ഒട്ടേറെ സ്വഹാബികളെ കണ്ടവരാണ്. അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ച് സഹായം തേടുന്നു. വിശ്രുതമായ അവിടുത്തെ ഖസീദത്തുൽ നുമാനിയയിൽ നമുക്കറിയില്ലേ, അവിടെ നിന്ന് തേടി റസൂലുള്ളാഹിനെ വിളിച്ചുകൊണ്ട് സഹായം തേടുന്നു. യാ സയ്യിദ സാദാത്ത് ജിതുക ഖാസിദാ അർജൂ റിദാക വ അഹ്തമി ബിഹിമാക. നബിയേ, നേതാക്കളുടെ നേതാവായ നബിയേ, ഞാനിതാ അങ്ങയുടെ അരികിൽ വന്നിരിക്കുന്നു നബിയേ. അങ്ങയുടെ പൊരുത്തം ഞാൻ കാക്ഷിക്കുന്നു നബിയേ. അങ്ങയുടെ സംരക്ഷണ വലയം എനിക്കുണ്ടാവണേ നബിയേ. വഫാത്തായ നബി തങ്ങളെ വിളിച്ചുകൊണ്ട് സഹായം തേടുന്നു. പറയൂ, നിങ്ങൾ ഇമാം അബൂ ഹനീഫ മുശ്രിക്കാണോ? ഇമാം അബൂ ഹനീഫ കാഫിറാണോ? ഇസ്ലാം അറിയാത്തവരാണോ? അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ചുകൊണ്ടാണ് പറയുന്നത്, അനതാബിഉൻ ഫിൽ ജൂദി മിൻക വലം യകുൻ ലി അബീ ഹനീഫത ഫിൽ അനാമി സിവാക. നബിയേ, അങ്ങയുടെ ഔദാര്യം ഞാൻ കാക്ഷിക്കുന്നു നബിയേ. എനിക്ക് പാവപ്പെട്ടവരായ ഈ അബൂ ഹനീഫക്ക് തങ്ങളല്ലാതെ വലം യകുൻ ലി അബീ ഹനീഫത ഫിൽ അനാമി സിവാക. തങ്ങളല്ലാതെ മറ്റൊരു സഹായില്ല നബിയേ. അള്ളാഹുവിന്റെ റസൂലിനെ വിളിച്ച് സഹായം തേടുന്നു. മുജാഹിദുകളുടെ ഭാഷയിൽ കൊടിയ ശിർക്ക്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു സലഫു സാലിഹികളിൽ പെട്ടവരല്ലേ? അവർ തേടുന്നു. ഇമാം അബൂ ഹനീഫ തങ്ങൾ വഫാത്താകുന്ന സന്ദർഭത്തിൽ ആ ദിവസമാണ് ഇമാം ഷാഫി തങ്ങൾ ജനിക്കുന്നത്. കണ്ടിട്ടില്ല. ഇമാം അവരുടെ അബൂ ഹനീഫ ഇമാമുടെ മഖ്ബറയുള്ളത് ബഗ്ദാദിലാണ്. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു എന്ത് ചെയ്യുന്നു? ബഗ്ദാദിലേക്ക് പോകുന്നു. ഹിജ്റ 436 വഫാത്തായ 463 വഫാത്തായ ഖതീബുൽ ബഗ്ദാദി തങ്ങൾ തന്റെ താരീഖ് ബഗ്ദാദ് എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വെക്കുന്നു. എന്താണെന്നോ, ഇമാം അബൂ ഹനീഫ തങ്ങളുടെ മഖ്ബറയിലേക്ക് ഷാഫി ഇമാം പോവുകയാണ്. അവിടുന്ന് പറയുന്നു, ഇന്നി ലാ തബറകു ബി അബീ ഹനീഫ. ഇമാം അബൂ ഹനീഫയെ കൊണ്ട് ഞാനിതാ ബറക്കത്തെടുക്കുന്നു. ജീവിച്ചിരിക്കുന്ന അബൂ ഹനീഫയല്ല, വഫാത്തായി ഖബറിൽ കിടക്കുന്ന അബൂ ഹനീഫ ഇമാമാണ്. വഅജീഉ ഇലാ ഖബരിഹി.
മഹാനവറുകളുടെ ഖബറിലേക്ക് ഞാൻ ചെല്ലുന്നു. അവിടുത്തെ മക്ബറയിൽ ചെന്നുകൊണ്ട് ബറക്കത്ത് വെക്കുന്നു. മക്ബറ അത് ലഅനത്തിന്റെ കേന്ദ്രമാണെന്നല്ല പഠിപ്പിക്കുന്നത്, ശാപകേന്ദ്രമാണെന്നല്ല പഠിപ്പിക്കുന്നത്. മരണപ്പെട്ടു പോയ ഇമാം അബൂ ഹനീഫയെ കൊണ്ട് തവസ്സുലാക്കി തബറുക്കെടുത്തുകൊണ്ട് അവിടുന്ന് പ്രാർത്ഥിക്കുന്നു. മാത്രമല്ല മഹാനവറുകൾ പറയുകയാണ്, ഫൈദാ അറവതുലി ഹാജത്തുൻ, എനിക്ക് വല്ല ആവശ്യവും വന്നാൽ മഹാൻ പറയുന്നു, സ്വല്ലൈതു റക്അത്തൈൻ, 2 റക്അത്ത് ഞാൻ നിസ്കരിക്കുന്നു. എന്നിട്ട് ഞാൻ വജിഅതു ഇലാ ഖബരിഹി, അബൂ ഹനീഫ ഇമാമിന്റെ മഖബറയിലേക്ക് ചെല്ലുകയാണ്. അവിടെ വെച്ചുകൊണ്ട് സഅൽതുല്ലാഹൽ ഹാജത ഇൻദഹു, മഖബറയിൽ വെച്ചുകൊണ്ട് അബൂ ഹനീഫ ഇമാമിന്റെ മഖബറയിൽ വെച്ചുകൊണ്ട് ഞാൻ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നു. അത് ശിർക്കാണെന്നല്ല പറയുന്നത്, അത് കുഫറാണെന്നല്ല പറയുന്നത്. ഇമാം ഷാഫി പറയുന്നു, ഫമാ തബ്ഉദു അന്നീ ഹത്താ തുഖ്വാ, ഞാൻ അങ്ങനെ ദുആ ചെയ്യുമ്പോൾ മഖബറയിൽ വെച്ച് ഞാൻ ദുആ ചെയ്താൽ എന്റെ ആവശ്യങ്ങൾ പരിഹരിക്കപ്പെടാതിരുന്നിട്ടില്ല. ഇമാം ഷാഫി തങ്ങളാണ് പറയുന്നത്. 1000 വർഷം മുമ്പ് എഴുതപ്പെട്ട ഗ്രന്ഥമാണിത്. സഹോദരന്മാരെ, സലഫു സാലിഹുകളായ ഇമാമുകൾ ഏതുണ്ടോ 100 പറയാൻ എനിക്ക് കഴിയും ഇൻഷാ അല്ലാഹ്. ഇപ്പോൾ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഇമാമുകളായ ഇമാമുകൾ മുഴുക്കയും അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ച് തവസ്സുൽ ചെയ്തവരാണ്, ശഫാഅത്ത് തേടിയവരാണ്, ഇസ്തിഗാസ ചെയ്തവരാണ്. നിഷേധിക്കാൻ കഴിയുകയില്ല. കേരളത്തിലെ മുജാഹിദുകൾ അത് മുശ്രിക്കാണ്, കാഫിറാണെന്നാണ് പറയുന്നതെങ്കിൽ ലോകത്തുള്ള സർവ്വ ഇമാമുകളും മുശ്രിക്കുകളാണ്, കാഫിറുകളാണെന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് ഞാൻ പറയുന്നു, പൂർവികർ പഠിപ്പിച്ച രൂപത്തിൽ ഇസ്ലാമിനെ മനസ്സിലാക്കുകയാണെങ്കിൽ തീർച്ചയായും അവൻ മുജാഹിദാകൂല, സലഫിയാകൂല. 100% സുന്നിയായിട്ട് മാത്രമേ അവൻ രംഗത്ത് വരികയുള്ളൂ എന്ന കാര്യം സക്കരിയയോട് പ്രത്യേകമായിട്ടും മുജാഹിദുകളോട് പൊതുവായും ഞാൻ അറിയിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാത്മാക്കളുടെ തണലിലായി അവർ പഠിപ്പിച്ച ഇസ്ലാമിക ആദർശം ജീവിതത്തിൽ പകർത്തി മുന്നേറാനുള്ള മഹാഭാഗ്യം നമുക്കെല്ലാവർക്കും നൽകുമാറാവട്ടെ. നമ്മുടെ സന്താന പരമ്പരകൾക്കും അല്ലാഹു നൽകുമാറാവട്ടെ. ഖിയാമത്ത് നാൾ വരെയുള്ള നമ്മുടെ ബന്ധുമിത്രാദികൾ സന്താന പരമ്പരകൾക്ക് അല്ലാഹു ആ ഭാഗ്യം നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ വ മൗലാനാ മുഹമ്മദ്. ബദർ പബ്ലിക്കേഷൻസ്, മർക്കസ് കോംപ്ലക്സ്, കോഴിക്കോട്. ഫോൺ 0495-272-3439. മൊബൈൽ 94478 45627.